ആദരണീയരായ സയ്യിദ് അവറുകളെ, പണ്ഡിതന്മാരെ, ബഹുമാനപ്പെട്ട കാരണവന്മാരെ, ഉമറാക്കളെ, ശബ്ദം ശ്രവിക്കുന്ന സഹോദരിമാരെ, യജമാനനായ അല്ലാഹു നമ്മുടെ ഈ ഒത്തുകൂടൽ പാരത്രിക ലോകത്ത് ഗുണം ലഭിക്കുന്ന നല്ല പ്രവർത്തനമായി നമ്മിൽ നിന്ന് സ്വീകരിച്ച് നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. ജീവിക്കുന്ന കാലമത്രയും അല്ലാഹുവിൻ്റെ വിധിവിലക്കുകൾ മാനിക്കാനും ആരാധനകളിലെ പോരായ്മകൾ പരിഹരിക്കാനും വിശ്വാസങ്ങളിലെ വൈകല്യങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കാനും ജീവിതത്തിലെ അരുതായ്മകളിൽ നിന്ന് അകന്നു നിൽക്കാനും അല്ലാഹു നമ്മെ തുണക്കുമാറാവട്ടെ. അല്ലാഹുവിൻ്റെ അപാരമായ അനുഗ്രഹം കൊണ്ട് നജാത്തുസ്സിബിയാൻ മദ്രസയുടെ കെട്ടിടോദ്ഘാടനവും സുന്നി സെൻറ്റർ കോംപ്ലക്സിൻ്റെ കുറ്റിയടിക്കൽ കർമ്മവുമൊക്കെ വളരെ പ്രൗഢമായി കൊണ്ടുതന്നെ ഇവിടെ നടന്നു. ബഹുമാനപ്പെട്ട ബദറുസാദാത്തും നൂറുസാദാത്തും അതുപോലെ ബഹുമാനപ്പെട്ട ജലാലുദ്ദീൻ ജീലാനി തങ്ങളും അതുപോലെ ഒരുപാട് സാദാത്തുക്കൾ ഇവിടെ ഓൾ റൗണ്ടറായിക്കൊണ്ടു തന്നെ നമ്മുടെ KPH തങ്ങൾ അല്ലാഹു ആഫിയത്തുള്ള ദീർഘായുസ്സ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അങ്ങനെ ഒരുപാട് ആളുകളുടെ ഇടപെടലുകളും ഈ മഹത്തായ സംഗമത്തിൽ അവരവരുടേതായ ഭാഗങ്ങളെ കൃത്യമായി അടയാളപ്പെടുത്തുകയും ചെയ്തു. ഇനി സുദീർഘമായ ഒരു പ്രഭാഷണത്തിന് മുതിരുന്നില്ല എന്ന് പറഞ്ഞ് സുദീർഘമായൊരു വഅള് പറയാൻ ഉദ്ദേശിക്കുന്നില്ല. ഇൻഷാ അല്ലാഹ് അസ്സലാമു അലൈക്കും എന്ന് ഞാൻ തുടക്കം പറഞ്ഞതു മുതൽ ഏകദേശം ഒരു 58 മിനിറ്റ് മാത്രമേ സംസാരിക്കുന്നുള്ളൂ. കാരണം നിങ്ങളൊക്കെ ഒരുപാട് നേരമായി ഇവിടെ വന്നിട്ടുള്ളത്. ഇതിൻ്റെ ഇടയിൽ പിന്നിലൂടെ പായസം വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. നമ്മൾ അൽവിയൊക്കെയാണല്ലോ നേരത്തെ കണ്ട്, ഇതിൻ്റെ പിന്നിലായിരിക്കുമല്ലോ. അല്ലാഹു ബർക്കത്ത് കൊടുക്കട്ടെ. മാഷാ അല്ലാഹ്. പിന്നെ അൽവിയൊക്ക അതുപോലെ കുറേ ആൾക്കാരുണ്ട് നമ്മൾ പരിചയക്കാർ, മുന്നിലും പിന്നിലും ഇടതും വലതും മുകളിലും താഴെയും. അല്ലാഹു എല്ലാവർക്കും ആഫിയത്ത് കൊടുക്കട്ടെ. പകുതി ആമീൻ കേൾക്കാൻ കാരണം പകുതി ആളെ തൊള്ളയിൽ പായസമാണ്. അപ്പോൾ അത് കണ്ട് അത് കഴിഞ്ഞതിൻ്റെ ശേഷം ഇത് പറഞ്ഞാലും മതി. പായസം കുടിക്കുമ്പോൾ വലത് കൈകൊണ്ട് കുടിക്കുക. അതുപോലെ ഭക്ഷണം കഴിച്ചതിൻ്റെ ശേഷവും വെള്ളം കുടിക്കുമ്പോൾ വലത്തെ കൈ കൊണ്ട് കുടിക്കുക. ഏതായാലും ഗ്ലാസ് ആണെങ്കിൽ അത് മോറും, ഡിസ്പോസിബിൾ ആണെങ്കിൽ അത് ഒഴിവാക്കുകയും ചെയ്യും. അപ്പോൾ വലത്തെ കൈ കൊണ്ട് തന്നെ. ചില ആൾക്കാർ ഇടത്തെ കൈ കൊണ്ട് കുടിക്കും, വലത്തെ കൈ കൊണ്ട് ഇങ്ങനെ താങ്ങിയിട്ട്. അങ്ങനെ ഹദീസിലുണ്ടോ? ഇശ്റബ് ബിൽ യുസ്റാമ സപ്പോർട്ടിൽ യുംന ഇല്ലല്ലോ. ഈ കൈ കൊണ്ട് തന്നെ, വലത്തെ കൈ കൊണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എല്ലാ വിഷയങ്ങളിലും പരിഗണനീയമായ കാര്യങ്ങളിലും വലതിനെ പരിഗണിച്ചിരുന്നു. ഒരിക്കൽ നബി തങ്ങൾക്ക് മധുരമുള്ള എന്തോ കൊണ്ടുവന്നു കൊടുത്തു. നബി തങ്ങൾക്ക് ഷുഗർ ഉണ്ടായിരുന്നില്ല, അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നുമില്ല. പഴയ കാലത്തൊക്കെ 40 ആളുകൾ കൂടിയ ഒരൗലി ഉണ്ടാവും, ദുആക്ക് ഇജാബത്തുള്ള ആളുണ്ടാവും എന്നാണ്. ഇപ്പം 40 ആൾ കൂടിയ 32 ഷുഗർ രോഗികളുണ്ടാവും എന്നാണ് പറയാറുള്ളത് പൊതുവെ.
അകാല സമയത്തു വിരുന്നു വന്നവൻ വീട്ടുകാരനെയും കൊണ്ടേ പോകൂന്നാണ്. നമ്മളെ ഷുഗർ വന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മളെ കൊണ്ടേ പോകുള്ളൂ എന്നാണ്. മാറ്റും മാറും എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും പിന്നെയും വിരലും പോക്കൊക്കെ ഉണ്ട്, അത് വേറെ വിഷയം. എന്തോ ആവട്ടെ. അപ്പം അങ്ങനെ വലതു ഭാഗത്ത് നബി തങ്ങളിവിടെ ഒരു കുട്ടി ഇരിക്കുന്നുണ്ട്, ഇടതു ഭാഗത്ത് സിദ്ദീഖുൽ അക്ബർ തങ്ങളിരിക്കുന്നുണ്ട്. അപ്പോൾ സീനിയോരിറ്റി കാരണന്മാരെ പരിഗണിക്കുകയാണെങ്കിൽ സിദ്ദീഖ് തങ്ങൾക്ക് കൊടുക്കണം, വലത്തേതിനെ പരിഗണിക്കുകയാണെങ്കിൽ കുട്ടിക്ക് കൊടുക്കണം. നബി തങ്ങൾ സമ്മതം ചോദിച്ച കുട്ടിനോട് മോനെ എങ്ങനെയാണ് വേണ്ടത്, ഞാൻ ഇവർക്ക് കൊടുക്കട്ടെ ചോദിച്ചപ്പോൾ അത് പറ്റൂല, എനിക്ക് തന്നെ വേണമെന്നാണ്. അങ്ങനെ ആ കുട്ടിക്ക് കൊടുത്തു. എന്നിട്ട് ആ കുട്ടി സിദ്ദീഖുള്ളതിന് കൊടുക്കുക ചെയ്തത്. അപ്പോൾ വലത്തേതിനെ പരിഗണിക്കുക എന്നുള്ളത് അത് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഒന്ന് രണ്ട് വിഷയങ്ങൾ ഞാൻ ശ്രദ്ധയിൽപ്പെടുത്തി എൻ്റെ പ്രഭാഷണം അവസാനിപ്പിക്കുകയാണ്. ലോകം ഒരുപാട് മാറ്റങ്ങൾക്ക് വിധേയമായി കൊണ്ടിരിക്കുകയാണ്. പല വിധത്തിലുള്ള മാറ്റങ്ങൾ നാം കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഫസ്റ്റ് ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ എന്ന് പറയുന്ന ഒരു ഒന്നാം കാലഘട്ടത്തിൽ മനുഷ്യർ ഉണ്ടായിരുന്നത്, അവർ കൃഷി, അതുപോലെ കുതിര, ഒട്ടകം പോലെയുള്ള ജീവികളെ ഉപയോഗപ്പെടുത്തി സവാരി, അങ്ങനെയൊക്കെയുള്ളൊരു കാലഘട്ടമായിരുന്നു. ആ കാലഘട്ടം കഴിഞ്ഞതിൻ്റെ ശേഷം സെക്കൻഡ് ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ എന്ന് പറഞ്ഞ് ആവിയന്ത്രങ്ങളുടെ കാലഘട്ടമായി. ട്രെയിനും കാറും ലോറിയും അതുപോലെയുള്ള സംഭവങ്ങളൊക്കെ വന്നു. അതിൻ്റെ പുതിയ പുതിയ പതിപ്പുകൾ വന്നതിൻ്റെ ശേഷമാണ് തേർഡ് ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ എന്ന് പറയുന്ന ഫോൺ, മൊബൈൽ, കമ്പ്യൂട്ടർ, ഇൻ്റർനെറ്റ്, അങ്ങനെ ഒരുപാട് സംവിധാനം വന്നു. ഇന്ന് നാലാമത്തെ ഫോർത്ത് ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ AI അഥവാ അദ്ദക്കാഉൽ ഇസ്ത്വനാഇ, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്, നിർമ്മിത ബുദ്ധി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ്. ആ നിർമ്മിത ബുദ്ധിയുടെ ഉദാഹരണമാണ് ഒരു കാൽക്കുലേറ്റർ. 9,999 ഇൻറ്റു 318 എത്രയെന്ന് വെച്ചാൽ നമുക്ക് കുറേ ഇരുന്ന് കൂട്ടണം. കാൽക്കുലേറ്റർ പെട്ടെന്ന് നമ്മൾ അടിക്കണോട് കൂടെ തന്നെ ആ ഉത്തരം ഇങ്ങനെ തരിക. അത് എത്ര നമ്മൾ ഏത് സംഖ്യ കൂട്ടിയാലും, ഇപ്പോൾ 16 അക്കം വരെയുള്ള കാൽക്കുലേറ്റർ വന്നു. അതിന് വീക്ക് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് അദ്ദക്കാഉൽ ഇസ്ത്വനാഇ അൽ-ലഈഫ് എന്ന് പറയും. ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത് റോബോട്ടിൻ്റെ യുഗമാണ്. എറണാകുളം ആസ്റ്റർ മെഡിസിൻ ഹോസ്പിറ്റലിൽ ഓപ്പറേഷൻ ചെയ്യുന്ന റോബോട്ടുണ്ട്, യന്ത്രമനുഷ്യൻ. ഖത്തറിലെയും UAE-യിലെയും ഒക്കെ എയർപോർട്ടുകളിലുണ്ട്.
അമ്മോസമ്മനെ കാണലെപ്പോഴാണ്? പലപ്പോഴും കണ്ടുമുട്ടൽ മകളെ പ്രസവത്തിന് ലേബർ റൂമൊക്കെ അമ്മോസനൊന്ന് ചെല്ലും, ഓരോനും അവിടെ ഉണ്ടാവും, മൊബൈലുമ്മ തിരിപ്പിടിച്ച് കിടക്കണു. പെണ്ണിൻ്റെ അമ്മ ഉണ്ടാവും, കുറേ ഫാത്തിയ ഓതി കിടക്കണു. ആ സമയത്ത് എന്താ ഡോക്ടർ പറഞ്ഞ് 2 മണിയാവുന്നാ പറഞ്ഞ് എന്തെങ്കിലും വേണമെന്ന് നോക്കും, വെറുതെ കീസിയിലിട്ടിട്ട് കൊടുക്കൊന്നുമില്ല, അങ്ങോട്ട് ഒരട്ടപ്പോക്കാം. അങ്ങനൊരു ബന്ധം മാത്രമേ ഉള്ളൂ. എന്നാൽ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പുന്നാര മരുമകനായ അലി ഇബ്നു അബീ ത്വാലിബ് വൈജ്ഞാനിക പട്ടണത്തിന്റെ കവാടം എന്ന് വിശേഷിപ്പിക്കപ്പെട്ട ബഹുമാനപ്പെട്ടവര് അവസാനം ഖുതുബ നിർവഹിച്ചപ്പോൾ അവിടുന്ന് ലോകത്തിന്റെ മുമ്പിൽ പറഞ്ഞതെന്താണ്? ഓ ജനങ്ങളെ, ഇർതഹലത്തിദ് ദുനിയ മുദ്ബിറ വഅഖ്ബലത്തിൽ ആഖിറതു മുഖ്ബില വലികുല്ലി വാഹിദിൻ മിൻഹുമാ ബനൂൻ വകൂനൂ മിൻ അബ്നാഇൽ ആഖിറ ولا تكونوا من أبناء الدنيا اليوم عمل ولا حساب وغدا حساب ولا عمل. ബഹുമാനപ്പെട്ട അലിയാർ തങ്ങളെ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, ഓ ജനങ്ങളെ, ഇർതഹലത്തിദ് ദുനിയാ മുദ്ബിറ, ഈ ദുന്യാവ് പോയിക്കൊണ്ടിരിക്കുകയാണ്, മാറിക്കൊണ്ടിരിക്കുകയാണ്. ഒരു 5 പതിറ്റാണ്ട് മുമ്പ്, 50 കൊല്ലം മുമ്പുള്ള ദുനിയാവല്ല ഇന്ന് നാം കാണുന്നത്. അന്നുള്ള സംവിധാനമല്ല ഇന്ന് നാം അനുഭവിക്കുന്നത്. ഒരു കാലത്ത് ഇതുപോലെ കത്തിക്കുന്ന ഇലക്ട്രിക് ലാമ്പുകൾ വളരെ കുറവാണ്. 50 കൊല്ലം മുമ്പ് നമ്മുടെ കയ്യിൽ മൊബൈലില്ല. എന്തെങ്കിലും ഒരു വിഷയം പ്രധാനപ്പെട്ടത് മറ്റൊരിടത്തേക്ക് അറിയിക്കണമെങ്കിൽ പോയി പറയേണ്ടി വന്നിരുന്നു. അങ്ങനെയുള്ളൊരു കാലഘട്ടം ഇവിടെ കഴിഞ്ഞുപോയി. അതിൻ്റെ മുമ്പ് വീണ്ടും ഒരുപാട് കാലഘട്ടങ്ങൾ കഴിഞ്ഞുപോയി. എന്നാൽ ആ കാലഘട്ടത്തിൽ ശീതീകരിച്ച റൂമുകൾ ഇല്ല. ആ കാലഘട്ടത്തിൽ വാഹനങ്ങളുടെ ആധിക്യം ഇല്ല. ആ കാലഘട്ടത്തിൽ നമുക്കിതുപോലെയുള്ള സംവിധാനങ്ങൾ ഇല്ല. ആ കാലഘട്ടത്തിൽ കിണറിലെ വെള്ളം ടാങ്കിലേക്ക് അടിച്ചു കയറ്റി വീണ്ടും താഴോട്ടിറക്കുന്ന ആ ഒരു പ്രക്രിയ അന്ന് ഇല്ലായിരുന്നു. എന്നാൽ അന്നുണ്ടായിരുന്ന പ്രധാനപ്പെട്ട ഒന്ന്, അന്ന് മൂല്യങ്ങൾ ഉണ്ടായിരുന്നു, അന്ന് ഹ്യൂമാനിറ്റി ഉണ്ടായിരുന്നു, അന്ന് സ്പിരിച്വാലിറ്റി ഉണ്ടായിരുന്നു, അന്ന് ഇങ്ങനെയുള്ള പേഴ്സണാലിറ്റി ഉണ്ടായിരുന്നു. അഥവാ വ്യക്തിത്വമുള്ളൊരു സമൂഹമാണ് അന്നുണ്ടായിരുന്നത്. അല്ലാഹുവെ ഭയപ്പെടുന്ന ഒരു വിഭാഗമാണ് ഉണ്ടായിരുന്നത്. അങ്ങനെയുള്ള കാലഘട്ടങ്ങളിൽ ഈ സൈഡിലൂടെ റോഡുകൾ പോകുന്നില്ല, ഇടവഴികൾ മാത്രമാണെന്നുണ്ടായിരുന്നതെങ്കിൽ ആ ഇടവഴിയിലൂടെ പോകുമ്പോൾ കേട്ടിരുന്നതെന്താ? എന്നെയും എന്നോട് പവയും ഉമ്മയും അറിവേ പഠിപ്പിച്ച ഉസ്താദ്മാരെയും എന്നെയും മറ്റുള്ള മോമിനുകളൊക്കെയും എങ്കൽ നബിയുടെ ശഫാഅത്തിലക്കല്ലാ. ഇശാ മഗ്രിബിന്റെ ഇടയിൽ വീടുകളിൽ നിന്ന് കേട്ടിരുന്നത് അയൽക്കാർക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനകളാണ്, മുഅ്മിനീങ്ങൾക്ക് വേണ്ടിയുള്ള ദുആകളാണ്. അന്ന് എല്ലാ നിലക്കും ആശ്വാസമാണ്. ഒരു നാട്ടിൽ ഒരു കല്യാണം ഉണ്ടെങ്കിൽ അത് നാട്ടുകാരുടെ ആഘോഷമാണ്. അങ്ങനെയുള്ളൊരു കാലഘട്ടം ഇവിടെ കഴിഞ്ഞു പോയിരുന്നു. സുന്ദരമായ ആ ഒരു കാലഘട്ടം പിന്നീട് ഓരോ വിഷയങ്ങൾ വന്നു. പഴയ കാലങ്ങളിലൊക്കെ ഭക്ഷണം കഴിച്ച് ഒഴിവാക്കുക എന്നുള്ളത് തൊടുവിന്റെ വ്യത്യസ്ത ഭാഗങ്ങളിലാണ്. ഇന്നാണെങ്കിലോ എല്ലാ ആളുകളും വ്യത്യസ്ത പാത്രങ്ങളിൽ കഴിച്ച് അകത്ത് ഒരു പാത്രത്തിലാണ്. ഈ രൂപത്തിൽ ശൗചാലയത്തിലെ ഐക്യം വന്നൊരു കാലഘട്ടമാണ്. എന്നാൽ സഹോദരന്മാരെ, അങ്ങനെ ഒരു ആത്മീയതയിലേക്ക് നമുക്ക് പോവേണ്ടതുണ്ട്. ഇർതഹലത്തിദ് ദുനിയാ മുദ്ബിറ, ദുനിയാവ് ഇങ്ങനെ പോവാ.
ദുന്യാവ് എന്ന് പറഞ്ഞാൽ ഒരു വിലയില്ല എന്ന ഹദീസിലുള്ളത്. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങൾ എന്താ അദ്ദുന്യാ സിജനുൽ മുഅ്മിൻ. ഈ ദുന്യാവ് പറഞ്ഞാൽ ഒരു മുഅ്മിനിന് ജയിലാണ് എന്നാണ്. നമ്മളാരെങ്കിലും ഇപ്പോൾ ഒരാൾ ജയിലിൽ കടന്നു നിൽക്കുക, നമ്മളാരെങ്കിലും ദ്വാരിക്കോ റബ്ബേ ഓൻ ഒരുപാട് കാലത്ത് ജയിലിൽ കിടത്തണേ. പിന്നെന്താ ചെയ്യുക? കിട്ടാവുന്ന രാഷ്ട്രീയക്കാരെ പിടിച്ച്, മന്ത്രി അടുത്ത നാട്ടുകാരനായതുകൊണ്ട് മൂപ്പരെ വിളിച്ച്, അങ്ങനെ പല നിലക്കും പലതും നോക്കിയിട്ട് എങ്ങനെങ്കിലും ഇറക്കാൻ നോക്കൂലേ? ദുന്യാവിൽ കുറേ കാലം, ഈ ജയിലിൽ കുറേ കാലം കിടക്കണം എന്ന് ആരും ഉദ്ദേശിക്കലില്ല. ഇനി നമ്മൾ മനസ്സിലാക്കുക, ഈ ദുന്യാവ് ജയിലാണ്. പെട്ടെന്ന് മരിക്കാൻ പൂതിയുള്ള എത്ര മനുഷ്യന്മാർ ഇതിലുണ്ട്? ഉണ്ടോ? ഇപ്പം വരക്കും തങ്ങന്മാരെ കൂട്ടിയിട്ട് അത് സംഭവമാണല്ലോ ഇപ്പോൾ, അല്ലേ? ദുന്യാവ് ജയിലാന്ന് പറഞ്ഞാൽ ജയിലൊക്കെ തന്നെയാണ്. പക്ഷേ ഈ ജയിലിൽ കുറച്ചൊക്കെ കാലം കിടക്കുക അതായിരിക്കും നല്ലത്. കമ്മാലിയൊക്കെ പറഞ്ഞ പോലെ എന്താ പണിയെന്ന് ചോദിച്ചപ്പോൾ നേരത്തിന് ഭക്ഷണം, പോലീസ് കാവൽ, അങ്ങനെ പറഞ്ഞിക്കുക. പോകുമ്പോൾ ജയിലിൽ കിടക്കലാ പണി, പോക്കറ്റടിക്കലാ പണി. എന്നേ വന്ന് കഴിഞ്ഞാഴ്ച വന്ന് അങ്ങനെ തന്നെ പോകണം. ഇവിടെ ശരിയാവില്ല. കാരണം എന്താ? ജയിലിൽ ഇഷ്ടം പോലെ ഫുഡുണ്ട്. ശനിയാഴ്ചകളിൽ മട്ടനാക്കാൻ വേണ്ടി ഞങ്ങൾ സമരം നടത്തുന്നുണ്ട്. എന്നും മീൻകറി ഉണ്ട്. അങ്ങനെ പല സംഭവം. ഇതൊക്കെ പാടെ കേട്ടിട്ട് ഞാനും കൂടെ തല്ലും പൊടി ഉണ്ടാക്കി ജയിലിലേക്ക് പോകണ്ട വിഷയങ്ങൾ പറയാം. അപ്പം ഇവിടെ കുറേ ഉത്തരവാദിത്തങ്ങളുണ്ട്. അത് പൂർത്തിയാക്കാൻ വേണ്ടിയിട്ട് നമ്മളിവിടെ നിൽക്കുന്നത്. ദുന്യാവിനൊരു വിലയില്ല. അതിൻ്റെ ഒന്ന് രണ്ട് സാമ്പിൾ ഞാൻ പറഞ്ഞുതരാം. ഇപ്പം നമുക്കൊരു കാപ്പി ഉണ്ടാക്കാൻ, സാധാരണ കാപ്പി ഉണ്ടാക്കാൻ അതിൻ്റെ പ്രൊഡക്ഷൻ കോസ്റ്റ് ഒരു 2 റുപ്യേൻ്റെ കാപ്പിപ്പൊടി മതി. 10-12 റുപ്യ നമുക്ക് ഇവിടെ കൊടുക്കണം. അതുപോലെ ലാഭം, സംഗതിയും വാടകയും കറണ്ട് ബില്ലും ഒക്കെ വാടക കൂട്ടിയിട്ടാണ്. 2 റുപ്യേൻ്റെ കാപ്പിപ്പൊടി ഉണ്ടെങ്കിൽ നമുക്ക് നല്ലൊരു കാപ്പി ഉണ്ടാക്കാം, കുടിക്കാം. ഈ കാപ്പിക്കുരു ഒരു വെരുകുണ്ടല്ലോ, വെരുക് അറിയില്ലേ? മരപ്പട്ടി അല്ലെങ്കിൽ വെരുക്. ആ വെരുകിനെ കൊണ്ട് ഈ കാപ്പി തീറ്റിച്ച്, ആ തീറ്റിച്ച ആ കാപ്പി ഈ വെരു കാഷ്ടിച്ച് കഴിഞ്ഞാൽ, പഴയ കാലത്ത് 5 പൈസക്ക് ഒന്ന് കിട്ടണ കടലമുട്ടായി പോലെ റൗണ്ടിൽ ഇങ്ങനെ ഉരുണ്ടിട്ടുള്ള കടലമുട്ടായി പോലെ ആയിരിക്കും ഇതിൻ്റെ കാഷ്ടം. ആ കാപ്പിക്കുരു പൊടിച്ചതിൻ്റെ കാപ്പി എറണാകുളത്ത് കിട്ടും. ഒരു കാപ്പിക്ക് വില 3450 രൂപയാണ്. കറക്റ്റാണ് പറഞ്ഞത്. അതല്ലാതെ ഒരാൾ നാൾ പറഞ്ഞു ഞാൻ ഒരൊറ്റ ചവിട്ടിന് വട്ടക്കൂറനെ കൊന്നു പറഞ്ഞു. ഒറ്റ ചവിട്ടിന് ചോദിച്ചപ്പോൾ എന്നാൽ വട്ടം കുറച്ചളാറുന്നു കൂറനെ. അപ്പോൾ അങ്ങനെ അതിശയോക്തിയല്ല. ഇത് നമ്മൾ അമ്മായിനോട് ചോദിച്ചാൽ കിട്ടും, അഥവാ ഗൂഗിൾ അമ്മായിനോട് കറക്റ്റായിട്ട് ചോദിച്ചാൽ കിട്ടും. കോസ്റ്റ് ഓഫ് യുവർ കോഫി പ്രൈസ് എത്രയാ? 3450 രൂപ. എന്താ അതിൻ്റെ പ്രത്യേകത? അത് വെരുക എന്ന ജീവിയുടെ ചത്താൽ ശവമായി പരിഗണിക്കപ്പെടുന്ന ഭക്ഷ്യയോഗ്യമല്ലാത്ത ആ മെരുപ്പട്ടി എന്ന ജീവി കഴിച്ച് അത് പുറത്തേക്ക് അതിൻ്റെ പിൻദ്വാരത്തിലൂടെ ഇൻപുട്ട് ത്വാഹിറായിരുന്നു, ഔട്ട്പുട്ട് നജസാൻ. അങ്ങനെ ആ പുറത്തുകൂടെ വന്ന ആ കാപ്പിയുടെ വില 3000 ചില്ലാൻ ഉറുപ്പ്യ. ഇതാണ് ദുന്യാവ്. അത് ആനയാണ് കഴിച്ചത് എങ്കിൽ അതിന് ഐവറി കോഫി എന്നാ പറയാം. 2750 രൂപയാണ് ഒരു ഗ്ലാസ്. 3/4 ഗ്ലാസ് ഉണ്ടാകുള്ളൂ, ബാക്കി പതയാണ്. ഞാൻ കുടിച്ചിട്ടില്ല കേട്ടോ. അത് സംഭവം അതിൻ്റെ കോലം കണ്ടതാണ്. അങ്ങനെ ഉപയോഗിച്ചതിനാണ് ഐവറി കോഫി. ഇതാണ് ദുന്യാവ് പറയുന്നത്. ത്വാഹിറായ ഇൻപുട്ട് ഔട്ട്പുട്ട് നജസായ മുതനജിസായതിൽ എത്തിയപ്പോൾ അങ്ങനെ കാപ്പി കഴിച്ചതിൻ്റെ മസാല എന്താണ്? ആ കാപ്പിക്കുരു കാഷ്ടത്തിൽ നിന്ന് പെറുക്കിയെടുത്തത് കുഴിച്ചിട്ടാൽ വീണ്ടും മുളക്കുമെങ്കിൽ അത് കഴുകി ഉപയോഗിക്കുന്നതിന് കുഴപ്പമില്ല. നേരെ കഴുകി വൃത്തിയാക്കണം. പക്ഷേ ഈ ഫലം കിട്ടിക്കൊള്ളുന്നില്ല. കഴുകാതെ ഉപയോഗിച്ചാൽ അത്ര കൂടുതൽ ഫലമുള്ളത്. എന്തോ ആവട്ടെ. അപ്പം ഇതാണ് ഈ ദുന്യാവ്. ഈ ഭൗതിക ലോകത്തിൻ്റെ അവസ്ഥയതാണ്. ഇവിടെ നമ്മൾ ശാശ്വതമായി നിലനിൽക്കുന്നില്ല. തലത്തല്ലുബു ഫീനാ ഫീ ഹവായിജിനാ വഇന്നമാ നഹ്നു ഫൗഖൽ അർളി അളിയാഫു. ഈ ഭൂമിയുടെ മുകളിൽ നമ്മളൊക്കെ വിരുന്നുകാരാണ്.
ഇന്നുള്ളവരെ നാളെ കണ്ടുകൊള്ളണം എന്നില്ല. സുബ്ഹാനല്ലാഹ്, എൻ്റെ തറവാട് വീടിൻ്റെ ലിവിംഗ് റൂമിൽ ഒരു ദിവാൻ കൂട്ടുണ്ട്, ഒരു കട്ടിലുണ്ട്. ആ കട്ടിലിൽ കഴിഞ്ഞ വർഷത്തിലെ ശഅബാൻ മാസത്തിൽ കടന്നിരുന്നത് എൻ്റെ ഉമ്മയാണ്. ആ ഉമ്മ ഇന്ന് ഖബറിലാണ്. റബ്ബ് മഗ്ഫിറത്ത് പ്രദാനം ചെയ്യുമാറാവട്ടെ. ഓ സഹോദരന്മാരെ, റബ്ബ് വിളിക്കുമ്പോൾ നമുക്കൊക്കെ പോവണം. എന്നാണ് വിളിക്കുക എന്നറിയില്ല. ഒരു പള്ളിക്കാട്ടിലും പ്രായമായവർക്ക് മാത്രം എന്നെഴുതി വെച്ചിട്ടില്ല. അതേ, ഒരു ശ്മശാന ഭൂമിയിലും രോഗികൾക്ക് മാത്രം എന്നെഴുതി വെച്ചിട്ടില്ല. എപ്പോഴാണോ റബ്ബ് വിളിക്കുന്നതെങ്കിൽ അന്ന് നമുക്ക് പോവണം. ആ പോകുന്ന സമയത്ത് നമുക്ക് കൃത്യമായ രേഖയോടെ നമ്മുടെ ഡോക്യുമെന്റ്സ് ഒക്കെ ക്ലിയറായി പോവണമോ? കാരണം എന്തേ, വൽ ആഖിറതു ഖൈറുൻ വ അബ്ഖാ, ആഖിറമാണ് എന്നും ബാക്കിയാകുന്നത്. അവിടെ മരണമില്ല, അക്രമമില്ല, അധർമ്മമില്ല, അനീതിയില്ല, അപകടങ്ങളില്ല, അരാജകത്വമില്ല. അങ്ങനെ ഒരു ലോകത്താണ് നമുക്ക് ജീവിക്കേണ്ടത്. അത് എത്ര കാലമാണെന്നറിയില്ല. ഖുസൂറുഹാ ദഹബു വൽ മിസ്കു തൈനതുഹാ വസ്സഅഫറാനു ഹശീശുൻ നാബിതു ഫീഹാ. അവിടെയുള്ള കെട്ടിടങ്ങൾ എന്ന് പറഞ്ഞാൽ അത് സാധാരണ കെട്ടിടം പോലെയല്ല. നമ്മുടെ എഞ്ചിനീയറിംഗ് റൂൾ അനുസരിച്ച് സാധാരണ ഒരു വെട്ടുകല്ലിന് 13.5 കിലോഗ്രാമാണ് വെയിറ്റ് എങ്കിൽ സ്വർഗത്തിലെ ആ കെട്ടിടം സ്വർണത്തിന്റെ വെട്ടുകല്ലാണ്. അഥവാ ഏകദേശം 8.5 കോടി രൂപ കോസ്റ്റ് വരുന്നതാണ്. അതിൽ ഏറ്റവും ലോ ക്വാളിറ്റിയുള്ള വീടിന് 70,000 ബെഡ്റൂമാണ്. രണ്ട് ഗേറ്റിന്റെ ഇടയിലുള്ളത് 450 മൈൽ, ഏകദേശം 1500 കിലോമീറ്റർ ഉണ്ട്. 2 ഗേറ്റിന്റെ തൂണിന്റെ ഇടയിലുള്ളതെങ്കിൽ അങ്ങനെയുള്ളൊരു നല്ല സ്ഥലത്തിന്റെ ഉള്ളിലുള്ള വീട് വേണ്ടയോ മുഅ്മിനേ? ഖുസൂറുഹാ ദഹബു വൽ മിസ്കു തീനതുഹാ വസ്സഅഫറാനു ഹശീശുൻ നാബിതുൻ ഫീഹാ. ആ സ്വർഗലോകത്ത് മരണമില്ലല്ലോ. 5 500 50 കോടിയല്ല, കോടി 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 കോടിക്കണക്കിന് മരണമില്ലാതെ കിടക്കണ്ടയോ? ആ ഭൂമിയുടെ വാല്യൂ എത്രയാ? ഇവിടെ റോഡ് സൈഡിൽ ഒരു സെന്റിന് എത്ര ഉണ്ടാവും? ഒരു 5 ലക്ഷത്തിന് കിട്ടുമോ? കിട്ടൂല അല്ലേ? സ്ഥലക്കച്ചവടക്കാരൊക്കെ വല്ലറുള്ള വല അഹാലില്ല എന്നുള്ള ആയത്തൂതി എടുക്കുക അത്രേ. ആയിക്കോട്ടെ, അള്ളാഹു എല്ലാവർക്കും ബർക്കത്ത് ചെയ്യട്ടെ. ആമീൻ പറ, എല്ലാവർക്കും തൗഫീഖ് ചെയ്യട്ടെ. അപ്പോൾ ഒരു സെന്റ് ഭൂമി എന്ന് പറഞ്ഞാൽ അതിൻ്റെ വാല്യൂ 40.47 സ്ക്വയർ മീറ്റർ ഇൻറ്റു 10.76, അതാണ് അതിൻ്റെ ടാലൻറ്റ് ഒരു സ്ക്വയർ ഫീറ്റ്, അഥവാ 435.47 സ്ക്വയർ ഫീറ്റാണ് ഒരു സെൻറ്റ്. 2.47 ആർ എന്ന് പറയും. ആർ എന്ന് പറഞ്ഞാൽ 100 സ്ക്വയർ മീറ്റർ ആണ് ഒരു ആർ എന്ന് പറഞ്ഞാൽ. അപ്പോൾ പഴയകാല തോട്ടിയളവിന് 18/24 എന്ന് പറയും. 18 × 24 = 432 സ്ക്വയർ ഫീറ്റ് ഉണ്ടാകുള്ളൂ. അതുകൊണ്ടാണ് പുതിയ അളവനുസരിച്ച് ചിലപ്പോൾ പഴയ ആധാരത്തിലെ അളവ് കിട്ടിക്കൊള്ളണമെന്നില്ല. എന്നിട്ട് ആ കിട്ടാത്തതിൻ്റെ പേരിൽ ഇങ്ങനെ ഇങ്ങോട്ട് ആരാം വീരാനെ തിരക്കണാണ്. ഓൻ ചിലപ്പോൾ അത് തിരക്കിയിട്ടുണ്ടാവും, ഓൻ്റെ ഓൾ അങ്ങോട്ട് കുത്തി പോയക്കിയിട്ടുണ്ടാവും, അങ്ങനെ ഉണ്ടാവും. കുറച്ചൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ അഡ്ജസ്റ്റ് സംഗതി ഉണ്ടാവും, അത് വേറെ വിഷയം. അങ്ങനെ ഇപ്പോൾ നേരത്തെ വരക്കാൻ വേണ്ടി പറഞ്ഞില്ലെന്താ, വഴി കിട്ടാൻ വേണ്ടി, വഴി സംഭവമാകാൻ വേണ്ടിയിട്ട് നമ്മുടെ അടുത്ത് കൂടെ ചെറിയൊരു വഴി പോകുന്നുണ്ടെങ്കിൽ അത് വിശാലാകാൻ വേണ്ടിയിട്ട് നമ്മളൊരു 2 അടിയാണ് വീതി കൂട്ടി ഓൽക്കും കൂടി വണ്ടി പോട്ടെ. എൻ്റെ വീട്ടിലേക്ക് ഏതായാലും മുന്നിൽ കൂടെ വണ്ടി വരുന്നുണ്ട്, എൻ്റെ സൈഡിൽ കൂടെ ആണല്ലോ, അതുകൊണ്ട് ഓൽക്ക് വഴി നമ്മൾ കൊടുത്താൽ എന്താ ഉണ്ടാകുക അറിയോ? ഖബർ വിശാലാവും.
കാനത്തോട്ട് ആരും പോണില്ല, ആരും പോകില്ല, ഉറപ്പാ. അള്ളാഹു മരണത്തെ തൊട്ട് കാക്കട്ടെ. ആമീൻ പറഞ്ഞിട്ടൊരു കാര്യമല്ല, വെറുതെ നമ്മളൊക്കെ മരിച്ചു. അതിനും കുറേ ആൾക്കാർ ആമീൻ പറഞ്ഞു. അപ്പോൾ ഇങ്ങനെ നമ്മുടെ വഴിയിലൂടെ 10 അടിയാണെങ്കിൽ 12 അടിയാക്കുക, 8 അടിയാണെങ്കിൽ 10 അടിയാക്കുക. അതുകൊണ്ട് എന്താ നഷ്ടപ്പെടുക? ആഹാരത്തിൽ അല്ല ചോദിക്കുമോ? പക്ഷേ ഈ ഭൂമിമ്മ മണ്ണുമ്മ മനുഷ്യന് ഭയങ്കര കെട്ടിപ്പിടുത്താം. ഞാൻ നാളെ ഒരു സ്ഥലത്ത് 6 അടിയാണ്. അപ്പുറത്തെ വീട്ടിൽ എണീറ്റ് നടക്കാൻ കഴിയാത്തൊരു രോഗിയുണ്ട്. ഈ രോഗിനെ ഏറ്റിക്കൊണ്ടോണം. ഒരു 50 മീറ്റർ, ഏകദേശം ഒരു 3.5 ഏക്കർ ഭൂമിയുള്ള ആളാണ്. അയാളുടെ ഒരു വാല് പടുണ്ട്. അയാളുടെ ഒരു 50 മീറ്ററോളം 2 അടിയാണ് വിട്ടുകൊടുത്താൽ ഇവർക്ക് വണ്ടിയിൽ ഇതിനെ കൊണ്ടുപോകാം. ഇങ്ങോട്ട് മദ്യം പറയാൻ വേണ്ടി കൊണ്ടുപോയി നോക്കി. സാഹ് നിങ്ങൾ പറയണ്ട, സലാത്ത് വേണമെങ്കിൽ 100 അധികം ചൊല്ലിക്കോളാം, വജിയാൻ കൊടുക്കൂലായിരുന്നു. അവസാനം പറഞ്ഞു ഖബർ വിശാലാകും, അതല്ല റായത്ത് പറഞ്ഞപ്പോൾ. ഏതായാലും ഖബറിൽ പണി ഉണ്ടാവില്ലല്ലോ, ചെരിച്ച് കടത്തിയല്ലേ, അങ്ങനെ മാന്തി വിശാലാക്കി കൊടുത്തോളാം. ഇങ്ങനെയുള്ള മനുഷ്യന്മാരും അള്ളാഹിൻ്റെ ദുന്യാവിലുണ്ട്. പക്ഷേ അള്ളാഹിൻ്റെ തൗഫീഖോട് കൂടെ അയാൾക്ക് പിന്നെ കൊടുത്തു. അള്ളാഹു അയാൾക്ക് ബർക്കത്ത് ചെയ്യട്ടെ. അത് കൊടുക്കാൻ ഒരു ചെറിയൊരു അറ്റാക്ക് വരേണ്ടി വന്നു എന്ന് മാത്രം. അപ്പോൾ അങ്ങനെ ചില ആളുകൾ ചില സമയത്ത് ഈ ദുന്യാവിൻ്റെ വിഷയത്തിൽ എന്ന് പറഞ്ഞാൽ അങ്ങനെ ഹോസ്പിറ്റലിൽ നിന്ന് മടക്കി ഇനി എന്തെങ്കിലുമൊക്കെ വാപ്പാനെ കൊണ്ട് വസിയത്ത് ചെയ്യുകയാണെങ്കിൽ വസിയത്ത് ചെയ്യിപ്പിച്ചോളി മക്കളോടൊക്കെ ഡോക്ടറൊക്കെ പറഞ്ഞ് അങ്ങനെ വീട്ടിൽ കൊടുന്ന് കിടത്തി. ആ പള്ളിയിൽ ഉത്സവം വന്നിട്ടുണ്ട്. അപ്പോൾ ഇയാൾ ഇങ്ങനെ പതുക്കെ പറയാൻ തുടങ്ങി, ഇന്നാൾക്ക് ഇത്ര കൊടുക്കാണ്ട് ഉമ്മറ എഴുതി വെച്ചോന്ന് ഉസ്താദ് പറയുന്നുണ്ട്. ഇപ്പം എഴുതിക്കണില്ല, ഒന്നും എഴുതിക്കണില്ല. അപ്പോൾ എന്താടാ എഴുതാത്തത് എന്ന് വെച്ചപ്പോൾ ആ ഇടത്തെ ഭാഗത്തെ ഞരമ്പിനൊരു തളർച്ച ഉണ്ടാകുക. വാപ്പ ചെന്നി പറയാണ്, ഈ ചെന്നി കുടിച്ചിട്ട് ഓരോന്ന് ഓർഡർ ഇല്ലാതെ പറയാണ്. അത് കാര്യമാക്കണ്ട. കുറച്ച് കഴിഞ്ഞേക്കിപ്പം പറഞ്ഞടാ നമ്മളെ അബൂക്കറാജ് 25,000 2 കൊല്ലം മുമ്പ് വാങ്ങിക്കൊണ്ടേന്ന് പറഞ്ഞു. അത് എളുപ്പം എഴുതിയേക്കുക. അവിടെ കുട്ടി എന്താ എഴുതിയേക്കണമെന്ന് വെച്ചപ്പോൾ വലത്തെ സൈഡിലുള്ളത് കുറച്ച് സ്ട്രോങ് ആണ്, ചിലപ്പോൾ നല്ലത് പറയും. അപ്പോൾ ആ നല്ലത് പറഞ്ഞതാണ് ഇത് ഇങ്ങോട്ട് കിട്ടാനുള്ളത്, അങ്ങോട്ട് കൊടുക്കാനുള്ളതോ അത് ഓർഡർ തെറ്റി പറയണത്. ഇങ്ങനെയാണ് ദുന്യാവിൻ്റെ വിഷയത്തിൽ മനുഷ്യന്മാർ എന്ന് പറഞ്ഞാൽ. അപ്പോൾ അങ്ങനെ ആവാൻ പാടില്ല. എന്തെങ്കിലുമൊക്കെ സംഗതികൾ വിട്ടുവീഴ്ചയൊക്കെ ചെയ്ത് നമുക്ക് അള്ളാഹു തനുവ അഹ്സിൻ കമാ അഹ്സന അല്ലാഹുവിലേക്ക്. നിനക്ക് വണ്ടിയുണ്ടോ, വേറെ ആൾക്ക് വണ്ടിയില്ലേ, എൻ്റെ വണ്ടിയാണ് സൗകര്യപ്പെടുത്തി കൊടുക്കുക. നമ്മളെ കിണറിൽ വെള്ളമുണ്ട്, അയലോക്കാരൻ്റെ കിണറിൽ വെള്ളമല്ല. ചിലപ്പോൾ അവിടുന്നായിരിക്കും ഈ ഉറവ് വരിക. 5 തരം ഉറവാണ് ഭൂമി ശാസ്ത്രപ്രകാരം കിണറിനുണ്ടാകുക. അങ്ങനെ കുറേ ഉറവുകളുണ്ട്. യഥോസിര, അധോസിര, ബഹിസിര, അങ്ങനെ പറഞ്ഞിട്ട് 5 തരം സിരകളുണ്ട്. ആ 5 തരം സിരകളിൽ മഴ മുമ്പ് കാലങ്ങളിൽ പെയ്തത് ഇങ്ങനെ പുതപ്പിൽ നിന്ന് വെള്ളം ഒലിക്കുന്നത് പോലെയുള്ള സിരയാണെങ്കിൽ അതിന് യഥോസിര എന്ന് പറയും. അതെളുപ്പം വറ്റിപ്പോണ സിരയാണ്. എന്നാൽ അടിയിൽ നിന്ന് പൊന്തുന്ന സംഭവങ്ങളുണ്ട്. ആ പൊന്തുന്നത് കാറ്റ് വെള്ളമായി മറിഞ്ഞതാണ്. അംബാത്തുൽ മിയാഹ് എന്നൊരു കിതാബുണ്ട്, ഈ വെള്ളം നോക്കണതിനെ സംബന്ധിച്ചുള്ള കിതാബ്. ഒരുപാട് കിതാബുകളൊക്കെ മഹാന്മാർ എഴുതിയിട്ടുണ്ട്. ഒരുപാട് സംഭവങ്ങളൊക്കെ ഉണ്ട്. ഇപ്പോൾ നമ്മളെ വിഷയം കുറ്റിയടിക്കലല്ലോ, ബാബുൽ കുറ്റിയടി, അങ്ങനെയല്ല നമ്മളെ വയലിൻ്റെ വിഷയം. അപ്പോൾ അതുകൊണ്ട് ഞാൻ അതിലേക്ക് കടക്കുന്നില്ല. അപ്പോൾ ചിലപ്പോൾ അവരുടെ തൊടിയിൽ നിന്നായിരിക്കും ഇതിലേക്ക് ഉറവ് വരിക. അതുകൊണ്ടാണ് ഉപ്പ്, വെള്ളം, മണ്ണ്, തീയ്, ഈ 4ഉം തടയരുത് എന്നാണ്. കള്ളന്മാരുടെ അള്ള പൊരുത്തപ്പെടാത്തവരുടെ ലക്ഷണമാണ് ഈ 4-ൽ ഏതെങ്കിലും ഒന്ന് തടയാം. ഉപ്പ് തടയാൻ പാടില്ല. ഉപ്പ് ആരെ സംഭാവന അറിയങ്ങൾ? ഉപ്പ് ആരെ സംഭാവനയാണ്? ഖലീലുല്ലാഹി ഇബ്രാഹിം. ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹി സ്വലാം ഒരിക്കൽ റബ്ബിനോട് ജബൽ അബി ഖുബൈസിൻ്റെ മേലെ ഇങ്ങനെ കയറി നിന്നിട്ട് പറഞ്ഞു, എനിക്ക് ലോകത്തുള്ള എന്താണ്, ജിബ്രീൽ അലൈഹി സ്വലാം വന്ന് ചോദിച്ചു, നിങ്ങൾക്ക് എന്താ താല്പര്യം എന്ന് ചോദിച്ചു. നിങ്ങൾക്ക് എന്താണ് ഇവിടെ താല്പര്യം എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു, എനിക്ക് എല്ലാ ആൾക്കാരും തക്കരിക്കണം എന്ന് പറഞ്ഞു. വിരുന്ന് സൽക്കരിക്കുക, അതൊരു നല്ല കാര്യമാണ്. ഈ വിരുന്ന് സൽക്കരിക്കുക എന്ന് പറഞ്ഞാൽ അത് ഈമാനുള്ള മുഅ്മിനീങ്ങളുടെ ലക്ഷണമാണെന്നാണ് ഹബീബായ റസൂലുള്ളാഹി പറഞ്ഞത്. അപ്പോൾ തക്കാരുണ്ടാകുക എന്ന് പറഞ്ഞാൽ ഒരു വിരുന്നുകാരൻ്റെ കൂടെ മലക്കുകൾ കുറേ വരുന്ന പരിപാടിയാണ്. അതുകൊണ്ടാണ് ഇബ്രാഹിം നബി അലൈഹി സ്വലാമിനെ നബിയുൽ ളിയാഫ, വിരുന്നു സൽക്കാരത്തിൻ്റെ പ്രവാചകർ എന്നാണ് പറയാറുള്ളത്. അതിൻ്റെ കാരണം എന്താ പറഞ്ഞാൽ എപ്പോഴും അവിടുന്ന് ഇങ്ങനെ തക്കരിക്കണം. ഇത് ചില ആൾക്കാരൊക്കെ മീറ്റിംഗ് പെരയ്ക്ക് വിളിച്ചും നാസ്ത കഴിച്ച് വന്നുകൊണ്ടു എന്നാൽ നമ്മൾ മീറ്റിംഗ് കഴിഞ്ഞാൽ ഉച്ചച്ചോറിൻ്റെ പെരയ്ക്ക് തന്നെ പോകാമല്ലോ, അഥവാ രണ്ടും കൊടുക്കാൻ കരുതിയിട്ടില്ല എന്ന നിലക്കാണ് കുറേ ആൾക്കാർ വിളിക്കാറുള്ളത്.
ചിലപ്പോൾ ഈ പെണ്ണുങ്ങൾക്കുണ്ടൊരു പരിപാടി എന്ത്, ആണുങ്ങളെ കുടുംബത്തിൽ നിന്ന് ആരെങ്കിലും വന്നാലും ഒരു മെയിൻറ്റും ഉണ്ടാവില്ല, ഒരു സംഗതി ഉണ്ടാവില്ല. നേരെ മറിച്ച് ഓളെ കുടുംബത്തിലെ ഏതെങ്കിലും മളാപ്പാൻ്റെ മോരോൻ്റെ അമ്മോസാക്കാൻ്റെ അഞ്ചൻ്റെ ഒറ്റിൻ്റെ അങ്ങനെ ഏതെങ്കിലും ഒന്ന് വന്നാൽ ഓല് വരുന്നുണ്ട്, നമുക്കതാക്കണം ഇതാക്കണം. അതെന്താ പറഞ്ഞാൽ അതിന് ബ്ലഡ് അറ്റാച്ച്മെൻ്റാണത്. അതാ രക്തത്തോടുള്ള ആ ഒരു മഹബത്താണ്. അതിന് നമ്മളാരും കുയിന്ത് തട്ടിയിട്ട് കാര്യമല്ല. ഇവിടുത്തെ പെണ്ണുങ്ങളെ പറ്റിയിട്ടല്ല, പൊതുവെയുള്ള വിഷയം പറഞ്ഞാണ്. അപ്പോൾ ഏതായിരുന്നാലും പറഞ്ഞു വന്നത് പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹി സ്വലാം ജബൽ അബി ഖുബൈസ് എനിക്ക് ലോകത്തിൽ എല്ലാവരും വിരുന്ന് സൽക്കരിക്കണം എന്ന് പറഞ്ഞപ്പോൾ ജിബ്രീൽ അലൈഹി സ്വലാമിലൂടെ ഒരു പൊതി ഉപ്പ് കൊടുത്തു. ഉപ്പ് എന്ന് പറഞ്ഞാൽ പല സംഭവങ്ങളുമുണ്ട്. കരയുപ്പുണ്ട്, പാറയുപ്പുണ്ട്. ഹിമാലയം പിങ്ക് സാൾട്ട്സ് എന്ന് പറഞ്ഞിട്ടൊരു ഉപ്പ് മരുന്ന് കടയിൽ കിട്ടും. ഇന്ദുപ്പില്ലേ, ഇന്ദുപ്പ്. ആ ഇന്ദുപ്പിൻ്റെ ഒരു സാധനമാണ് ഏത്, ഹിമാലയം പിങ്ക് സാൾട്ട് എന്ന് പറഞ്ഞാൽ പാറ പൊട്ടിച്ചുണ്ടാക്കണ കരയുപ്പ് എന്നതിന് പറയും. അതാണ് ഔഷധം. കടലുപ്പിലൊരു കല്ലുപ്പുണ്ട്, അത് ഡൂബ്ലിയാണ്. എന്നുവെച്ചാൽ കല്ലുപ്പാണ് മറ്റേ ഉപ്പിനേക്കാൾ നല്ലത്, അത് വേറെ വിഷയം. അപ്പോൾ ഏതായിരുന്നാലും ഇങ്ങനെ ഈ ഒരു പൊതി ഉപ്പ് കൊടുത്തു. എന്താ വാട്ടർ കൊണ്ട് വെച്ചു, കടലിൽ എറിഞ്ഞലി എന്ന് പറഞ്ഞു. അന്ന് അതുവരെ കടൽ സാധാ നോർമൽ വാട്ടറായിരുന്നു, സാധാ വെള്ളമായിരുന്നു. ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹി സ്വലാം ആ ഉപ്പ് ആ കടൽക്കാട്ടോടുകൂടെ കടൽ മുഴുവനും ഉപ്പായി മാറി. ഇന്ന് ഏത് രാജ്യത്ത് ഏത് ഭക്ഷണം ഉണ്ടാക്കുകയാണെങ്കിലും ഉപ്പുവാണല്ലോ. ഏത് സംഗതിക്കും എന്ന് പറഞ്ഞാൽ നമ്മുടെ ചോറാകട്ടെ, വിരിഞ്ചിയാകട്ടെ, മജ്ബൂസാവട്ടെ, അല്ലാത്തതാവട്ടെ, ഏതാവട്ടെ, സാമ്പാറാവട്ടെ, വെജിറ്റേറിയൻ ആവട്ടെ, നോൺ വെജിറ്റേറിയൻ ആവട്ടെ, ഉപ്പ് വേണ്ടേ? ആ ഉപ്പ് ആര് സംഭാവനയാ? ഖലീലുല്ലാഹി ഇബ്രാഹിം. അങ്ങനെ അതുകൊണ്ടാണ് ഉപ്പ് തടയരുത്, മണ്ണ് തടയരുത്, വഴി തടയരുത്. നമ്മൾ ഒരു സ്ഥലം വാങ്ങുന്നതിന് മുമ്പ് ഒരു ടീമിൽ കൂടെ നടന്നിരുന്നു, വാങ്ങിയതിൻ്റെ ശേഷം നമ്മൾ വളച്ചിട്ടുക, ശരിയില്ല. വഴി തടയാൻ പാടില്ല, തീ തടയാൻ പാടില്ല, ഉപ്പ് തടയാൻ പാടില്ല. അങ്ങനെയൊന്നുമുള്ള വിഷയം ഉണ്ടായിരിക്കാൻ പാടില്ല. ദുന്യാവിൻ്റെ വിഷയത്തിൽ ഒരു കെട്ടിപ്പിടുത്തുണ്ടാവരുത്. ദുന്യാവ് വരും പോകും, അത്രേ ഉള്ളൂ. നമ്മളൊക്കെ മരണപ്പെട്ട് കഴിഞ്ഞാൽ അതോടുകൂടെ പോയി. അതുകൊണ്ടാണ് അലി ബിൻ അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു പറഞ്ഞത്, മോനെ ദുന്യാവ് നിന്നെ വിട്ടുപോകും, എന്നാൽ ഒരാൾ മരിക്കുന്ന സമയത്ത് യത്ബഉൽ മയ്യിത സലാസ, 3 സംഭവങ്ങൾ മയ്യത്തിൻ്റെ അടുക്കൽ വരും എന്നാണ്. മാലുഹു, അവൻ്റെ മുതൽ വരും. ആ മരണസമയം മയ്യത്തിനോട് ചോദിക്കും, മതഅരിഫുനി, മനുഷ്യ നീ എന്നെ അറിയുമോ? എനിക്ക് വേണ്ടിയാണ് നിന്റെ ബന്ധങ്ങൾ പലതും ബന്ധനങ്ങളാക്കിയത്, എനിക്ക് വേണ്ടിയാണ് ഒരുപാട് ചോരകളെ നീ അകറ്റി നിർത്തിയത്, എനിക്ക് വേണ്ടിയാണ് ഒരുപാട് ഹറാമുകളെ നീ അനുവദിച്ചത്, എനിക്ക് വേണ്ടിയാണ് പലപ്പോഴും നീ ഇബാദത്ത് പോലും മറന്നത്, എന്നെ നീ ഒരുപാട് സ്നേഹിച്ചു, പക്ഷേ നിന്നോട് കൂടെ ഞാൻ വരുന്നില്ല. ജീവിതകാലത്ത് നീ വല്ല സ്വതക്കയും ചെയ്തിട്ടുണ്ടെങ്കിൽ, ഹദിയ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഫലം ഒരു പക്ഷേ നിന്നോട് കൂടെയുണ്ടായിരിക്കും. എന്നാൽ എനിക്ക് ഇപ്പോൾ വരാൻ നിർവാഹമില്ല. വരാനുള്ളത് ഒരേ ഒരു കഫൻ തുണി മാത്രമാണ്, ഒരേ ഒരു കഫൻ തുണിയാണ്. അതാണ് മയ്യത്തിൻ്റെ ഹക്ക്. ബാക്കിയുള്ള 2 കഫൻ തുണി അവകാശികളുടെ ഹക്കാണ്. അങ്ങനെയല്ലേ മസ്അല? ഇമാമുകൾ ഓർമ്മപ്പെടുത്തിയത് അങ്ങനെയാണ്. വലം യഖ്റുജു ഇല്ലാ ബിഖുത്നി വഖിർഖതി വമാ അംറു മിൻ മൻസിലിൻ ദല്ല ഖവിയാ. 3 കഷ്ണം തുണി മാത്രമാണ്. സുബ്ഹാനല്ലാഹ്, നമ്മൾ കിടക്കുന്ന ആ മണ്ണ് ഒരു ഖബറിന് വേണ്ടത് എത്ര അറിയങ്ങള്? വലിയൊരു ഖബറാണെങ്കിൽ 16 സ്ക്വയർ ഫീറ്റ്. ഓ വന്നത് എവിടുന്ന? 3000 സ്ക്വയർ ഫീറ്റുള്ള വീട്ടിൽ നിന്ന്. ഒന്നാടൊരു വീടിന് കുറ്റിയടിക്കാൻ വേണ്ടി പോയി, 17,000 സ്ക്വയർ ഫീറ്റാണ് ആ വീട്. കപ്പൽ ജോയി പറഞ്ഞ ഒരാൾ മരണപ്പെട്ടു, 45,000 സ്ക്വയർ ഫീറ്റായിരുന്നു അയാൾ വീടിന്. അംബാനി എന്ന് പറയുന്ന ഒരാൾ, മുകേഷ് അംബാനി, അനിൽ അംബാനിയൊക്കെ ഉണ്ടല്ലോ, ആ അംബാനിയുടെ വീട് 60 നിലകളാണ്. 3,75,00,000 രൂപയാണ് ഒരു കറണ്ട് ബില്ല്. ഇപ്പം പിന്നെ മൂപ്പരൊക്കെ സോളാറും അതുപോലെ മൂപ്പര എനർജിയും ഒക്കെ ആക്കി
ആ കറണ്ട് ബില്ലൊക്കെ പരിഹരിച്ചിട്ടുണ്ട്. അങ്ങനെ ഓരോ ആളുകൾ അങ്ങനെ വീട് എത്ര വെച്ചാലും ഒരാൾക്ക് 10 ഏക്കർ 20 ഏക്കർ 30 ഏക്കർ 40 ഏക്കർ 50 ഏക്കർ എത്ര ഏക്കർ ഭൂമി ഉണ്ടെങ്കിലും 16 സ്ക്വയർ ഫീറ്റ് 16 സ്ക്വയർ ഫീറ്റാണ് വലിയ ഖബറിന് വേണ്ടത്. പിന്നെ എന്തായി? നമ്മുടെ മക്കൾ നമ്മുടെ മുതലെടുത്തു. പക്ഷേ അവിടെയും ശ്രദ്ധിക്കാണ്ട്, അനന്തരാവകാശം അനുവദിക്കപ്പെടണമെങ്കിൽ നമ്മുടെ ബാപ്പാൻ്റെ സ്വത്ത്, ആ ബാപ്പാൻ്റെ സ്വത്ത് ഞങ്ങളെ മക്കൾക്ക് അനുവദിക്കപ്പെടണമെങ്കിൽ, ആ അനുവദിക്കപ്പെടണമെങ്കിൽ ഹജ്ജിന് നിർബന്ധമായതുണ്ടോ ഇല്ലേ നോക്കണം. ആ ഹജ്ജിനുള്ളത് മാറ്റിവെച്ചിട്ടേ ഓഹരി നടക്കുകയുള്ളൂ, അതേ ഉടമയാകുള്ളൂ. എൻ്റെ ബാപ്പ മരണപ്പെടുന്ന സമയത്ത് ബാപ്പാൻ്റേതായി 8.5 സെൻറ്റും 23,611 രൂപയും ഓടിട്ട ഒരു കൊച്ചുപുരയും ഒരു മോതിരവും ഒരു സൈക്കോ വാച്ചും ഒരു കറുത്ത ബെൽറ്റും 2 കൂട്ട് തുണിയും ഒരു തോർത്തുണ്ടും ഒരു കള്ളിത്തുണി അതുണ്ടായിരുന്നത്. എൻ്റെ ഉസ്താദ് കൂടെയാണ്. ഫതുഹുൽ മുഈൻ അവസാനം ദർസ് നടത്തി ഇശ നിസ്കരിച്ച് വിത്ർ നിസ്കരിക്കുമ്പോൾ 3-ാമത്തെ റക്അത്തിൽ സുജൂദിൽ നിന്നാണ് വഫാത്തായത്. അല്ലാഹു അവിടുത്തെ ദർജ വർദ്ധിപ്പിക്കട്ടെ. അപ്പോൾ വാപ്പ പോകുമ്പോൾ അതാണുള്ളത്. പക്ഷെ വാപ്പ ഹജ്ജ് ചെയ്തിരുന്നു. അതുകൊണ്ട് ഈ 8.5 സെൻറ്റ് ഞങ്ങൾ മക്കൾക്ക് കുഴപ്പമില്ല ആർക്ക്. അപ്പോൾ ഉമ്മ മരണപ്പെടുമ്പോൾ ഉമ്മാൻ്റെ പേരിൽ 7 സെൻറ്റ് ഭൂമിയുണ്ട്. അപ്പോൾ ഞങ്ങൾ തീരുമാനിച്ചു ഇൻഷാ അല്ലാഹ് 7 സെൻറ്റ് ഭൂമി ഉണ്ടല്ലോ, ഉമ്മാൻ്റെ ഹജ്ജിനുള്ളത് ഇതിൻ്റെ ഒരു മൂല്യം കണക്കാക്കി ഞങ്ങൾ 10 മക്കളാണ് എല്ലാവരും തീരുമാനിച്ചു ഇൻഷാ അല്ലാഹ് ഒരാളെ അടുത്ത വർഷം ഹജ്ജിന് പറഞ്ഞേക്കുന്നുണ്ട്. അല്ലാഹു കബൂലാക്കട്ടെ. അപ്പോൾ അത് പറഞ്ഞത് എന്താന്ന് പറഞ്ഞാൽ, നമ്മൾ ആരെങ്കിലും നമ്മുടെ ഉപ്പാരന്മാർ ആ സ്വത്തിലാണ് താമസിക്കുന്നതെങ്കിൽ അവരെ ഹജ്ജ് ചെയ്യുന്നത് ചുരുങ്ങിയ പക്ഷം 1-1.5 ലക്ഷം ഉറുപ്പ്യ എടുത്തിട്ട് ഈ ഹജ്ജിന് അമീറായി പോകുന്ന ആൾക്കാരുണ്ടാവും, മുമ്പ് ഹജ്ജ് ചെയ്ത ആൾക്കാർ. ഓലെടുത്ത് കൊടുത്തിട്ടെങ്കിലും ഓലെ കൊണ്ടെങ്കിലും ഒരു ഹജ്ജ് ചെയ്യിപ്പിക്കാം. അത് നാം അവരോട് ചെയ്യേണ്ട ഒരു ഹക്കാണ്. അതിനു വേണ്ടിയിട്ടപ്പോൾ ഞാനിത് പറഞ്ഞത്. ദുന്യാവ് ഇന്നല്ലെങ്കിൽ നാളെ പോവും. ദുന്യാവ് നമ്മിൽ നിന്ന് അകന്നു പോയിക്കൊണ്ടേയിരിക്കുകയാണ്. എന്നാൽ ആഖിറം ഇങ്ങോട്ട് മുന്നിട്ട് വരികയാണ്. വഅഖ്ബലത്തിൽ ആഖിറ, ആഖിറം നമ്മളിലേക്ക് വരികയാണ്. മുഖ്ബില, ഗർഭാശയം വിട്ടത് മുതൽ സഫറാണ്. അടുത്തുള്ള കേന്ദ്രം സോദര ഖബറാണ്. നമ്മളൊക്കെ ഇങ്ങനെ യാത്ര പോയിക്കൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ വർഷം നമ്മൾ ഇവിടെ ഉണ്ടാകുമ്പോഴുള്ള പലരും നമ്മുടെ കൂടെയില്ല. എപ്പോഴാണ് പോവുക എന്നറിയില്ല, ഏത് ശൈലിയിലാണെന്നറിയില്ല. എന്ന് പോവുകയാണെങ്കിലും ഇവിടെയുള്ള ദുന്യാവിന് ഇത്രയാണെങ്കിൽ സ്വർഗത്തിന്റെ വില എത്രയാണ്? മൗളിഉ ഖദമിൻ ഫിൽ ജന്ന, സ്വർഗത്തിലെ ഒരു ഫുട്ട് വാല്യൂ എന്ന് പറയുന്നത്, അവിടുത്തെ ലാൻഡ് ആൻഡ് അസറ്റ് വാല്യൂ എന്ന് പറയുന്നത് 30 സെന്റിയുടെ വില എത്രയാണ്? ഖൈറുൽ ലക മിനദ് ദുനിയാ വമാ ഫീഹാ. ഈ ഭൗതിക ലോകം എത്രയുണ്ടോ അതിനേക്കാൾ എത്രയോ കൂടുതലാണ് ഇവിടെയുള്ള ടൺ കണക്കിന് കോടിക്കണക്കിന് സ്വർണമാവട്ടെ, അതല്ലെങ്കിൽ ആന്റിമേറ്റർ എന്ന പ്രതിദ്രവ്യമാവട്ടെ, അതല്ലെങ്കിൽ ഇരിഡിയം എന്ന ലോഹമാവട്ടെ, അതല്ലെങ്കിൽ സ്ട്രാറ്റനെക്സ് എന്ന് പറയുന്ന ഫുഡാവട്ടെ, ഇവിടെ കോസ്റ്റ്ലിയായ ഒരുപാട് സംഭവങ്ങളുണ്ട്. ഒരു പ്ലേറ്റിന് 25 ലക്ഷം റുപ്യാണ് സ്ട്രാജൻ എക്സ് എന്ന് പറയുന്ന 150 ഗ്രാമുള്ള ഫുഡിന്. 150 ഗ്രാമുള്ളൂ, 25 ലക്ഷം റുപ്യാണ്. വേണ്ടവർക്ക് ഓൺലൈനിൻ്റെ അഡ്രസ്സ് തരാം, വാങ്ങി കഴിക്കാവുന്നതാണ്. ഏത് ഭക്ഷണം കഴിച്ചാലും ഹാഇൻ്റെ മഖ്റജ് ഞാൻ നജസായി. അത് വൈക്കോല തിന്നതെങ്കിലും ഈ ഫുഡാണ് കഴിച്ചതെങ്കിലും എത്ര മുന്തിയ ഫുഡാണെങ്കിലും അതങ്ങനെയാണ്. അതുകൊണ്ട് നബിത്തങ്ങൾ പറഞ്ഞത് തആമുൽ ഇത്നൈനി കാഫിൽ തലാസ. നിങ്ങൾ ഈ 2 ആൾക്ക് ഉണ്ടാക്കുന്ന ഭക്ഷണമല്ലേ, കൊഴുപ്പും വിഭവം കുറച്ചത് 3 ആൾക്ക് സംവിധാനിക്കുക. തആമു സലാസ കാഫിൽ അർബഅ, 3 പേർക്കുള്ള ഭക്ഷണം 4 പേർക്ക് സംവിധാനിക്കാം. തആമുൽ അർബഅ കാഫിൽ സമാനിയ,
4 പേർക്കുള്ള ഭക്ഷണം 8 പേർക്ക് സംവിധാനിക്കാം. ഇത് ഞങ്ങൾ പറഞ്ഞതാണ്. കാരണം എന്താ, നാളെ ഷൊർണൂർ ഒരു ഹോട്ടലിൽ കയറിയപ്പോൾ ഒരു ചോറിന് വാങ്ങിയത് 20 ഉറുപ്പ്യാണ്. ഇപ്പോൾ കുടുംബശ്രീ 30 ആയിക്കാണ്, 20 ഉറുപ്പ്യയുടെ ഭക്ഷണം. എന്നാലോ കുറച്ച് മുമ്പ് എറണാകുളത്തെ മജ്ലിസ് പറഞ്ഞ ഹോട്ടലിൽ നിന്ന് ഭക്ഷണം കഴിച്ച് നോക്കുമ്പോൾ ഒരു ചോറിനും അതിൻ്റെ ഒപ്പമുള്ള സൈഡിനും കൂടി 925 ഉറുപ്പ്യ. സുബ്ഹാനല്ലാഹ്. അങ്ങനെയാണ് സംഭവങ്ങൾ. ഇങ്ങോട്ട് വന്നീന് നന്ദീന്ന് എഴുതി വെച്ചേക്കണം. കാരണം ഇതാത് കുടുക്കാണല്ലോ വന്നിക്കണത്. അപ്പോൾ സംഭവങ്ങൾ ഫുഡിൻ്റെ കാര്യങ്ങൾ അങ്ങനെ എന്തോ ആവട്ടെ, അത് ഹാൻ്റെ മഖ്റജ് കഴിഞ്ഞാൽ അത് നജസായി കഴിഞ്ഞു എന്നുള്ളതല്ലേ മസാല. അതുകൊണ്ട് എന്തോ ആവട്ടെ, നമുക്ക് അള്ളാഹു നൽകിയതിൽ നിന്ന് നമ്മുടെ ആവശ്യത്തിന് മാത്രം എടുത്ത് ബാക്കിയുള്ളത് മറ്റുള്ളവർക്ക് കൊടുക്കാനുള്ളൊരു സന്മനസ്, അതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. എന്നാൽ ആഖിറം വന്നുകൊണ്ടിരിക്കുകയാണ്. ആഖിറത്തിൻ്റെ വാല്യൂ എങ്ങനെയാണ്? മണിയില്ല റബ്ബേ വാങ്ങുവാനാ വീട്, കൊതിയുണ്ട് വല്ലാതെ എപ്പോഴും അതിനോട്, അതിലേക്കു നീയൊരു പാസ് താമന്നാനെ, അത് നിന്റെ അടുക്കൽ മാത്രമാ ഹന്നാനേ. സ്വർഗലോകത്ത് നമുക്കൊക്കെ പോവണം. അള്ളാഹു അതിന് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അതുകൊണ്ട് ദുനിയാവും ആഖിറവും ഉണ്ടാകുമ്പോ വലികുല്ലി വാഹിദിൻ മിൻഹുമാ ബനൂൻ, ദുനിയാവിനും ആഖിറത്തിനും വേണ്ടി പ്രവർത്തിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. ചില ആളുകൾ ദുനിയാവിന് മാത്രം പ്രവർത്തിക്കുന്നു, ചില ആളുകൾ ആഖിറത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നു, ചില ആളുകൾ ദുനിയാവിനും ആഖിറത്തിനും വേണ്ടി പ്രവർത്തിക്കുന്നു. മനുഷ്യർ 4 വിധത്തിലാണ്. മുവസ്സഉൻ ഫിദ്ദുനിയ മുവസ്സഉൻ ഫിൽ ആഖിറ. ദുനിയാവിലും അല്ലാഹു തആല അത്യാവശ്യത്തിന് മുതൽ കൊടുത്താണ്, ആഖിറത്തിലും അല്ലാഹു വലിയ കൂലി കൊടുക്കുന്ന ആളുകൾ. ബഹുമാനപ്പെട്ട അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹു ഒന്നും ഉണ്ടായിരുന്നില്ല, 5ന്റെ കുഞ്ഞിക്കാലം ഉണ്ടായിരുന്നില്ല. അങ്ങനെ മദീനയിലേക്ക് അവിടുന്ന് ഹിജ്റ വന്ന ആളാണ്. ബഹുമാനപ്പെട്ടവരെ, അന്നത്തെ സ്ഥിതി അനുസരിച്ച് മദീനയിലുള്ള അൻസാരികളോട് ആഹാ ബൈനഹുമ, ബ്രദർഹുഡ് പരസ്പരം കാണിച്ച് ഓരോ ആളുകളെ കൂട്ടിക്കൊണ്ടുപോകാൻ വേണ്ടി പറയും. അങ്ങനെ സഅദ് റളിയല്ലാഹു അൻഹുവാണ് അബ്ദുറഹ്മാൻ ബിൻ ഔഫ് എന്ന് പറയുന്ന സ്വഹാബിയെ കൂട്ടിക്കൊണ്ടുപോകുന്നത്. അങ്ങനെ അബ്ദുറഹ്മാൻ ബിൻ ഔഫ് എന്ന സ്വഹാബിയെ കൂട്ടിക്കൊണ്ടുപോയി. അങ്ങനെ ഈ സഅദ് തങ്ങൾ ഭാര്യയോടത്ത് കിടന്നു. അപ്പുറത്തെ റൂമിൽ ഒറ്റക്ക് അബ്ദുറഹ്മാൻ ബിൻ ഔഫ്. സഅദ് തങ്ങൾ ചിന്തിച്ചു, പടച്ചോനെ, എൻ്റെ പോലെയാണല്ലോ ഇപ്പോൾ ഇയാളും, എന്നെപ്പോലുള്ളൊരു യുവാവാണല്ലോ ഇയാളും, ഇയാൾക്കും കല്യാണം കഴിക്കണ്ടേ, എനിക്ക് 2 ഭാര്യമാരുണ്ട്, ഞാൻ ഏതെങ്കിലും ഓരോട് കൂടി ആലോചിച്ചിട്ട് ഒരാളെ ഒഴിവാക്കി ഇയാളെ കൊണ്ട് കല്യാണം കഴിപ്പിക്കാൻ തീരുമാനിച്ചാലോ എന്ന് തീരുമാനിക്കുകയാണ്. അങ്ങനെ 2 ആൾ സംസാരിച്ചു. അവരിൽ ഒരാൾ റെഡി, ഞാൻ റെഡിയാണ്, ശരി. അങ്ങനെ അബ്ദുറഹ്മാൻ അഫ്റുല്ലാന്ന് പറഞ്ഞപ്പോൾ മഹർ കൊടുക്കാവൂ ഒന്നുമില്ല. ഇപ്പോൾ ഗൾഫിലൊക്കെ എന്ന് പറഞ്ഞാൽ ഭർത്താവിന് 1-ലധികം ഭാര്യ ഉണ്ടെങ്കിൽ അത് സന്തോഷ അഭിമാനമാണ് അറബി പെണ്ണുങ്ങൾക്ക്. കാരണം എന്താണെന്ന് പറഞ്ഞാൽ ഇത്രയും ലക്ഷക്കണക്കിന് ഉറുപ്യ മഹർ കൊടുത്താലേ കല്യാണം കഴിയുള്ളൂ. അപ്പോൾ അത്രയൊക്കെ കഴിവുള്ള ആളാണെന്നുള്ളതാണ്. ചക്കൊളുത്തിപ്പൂര് എന്നുള്ളത് ഗൾഫിലില്ല. നമ്മുടെ നാട്ടിലിപ്പോൾ വംശനാശ ഭീഷണിയിലാണെന്ന് കേൾക്കുന്നത്. ചില ആൾക്കാരൊക്കെ യത്തീംഖാനയിൽ നിന്ന് കെട്ടാൻ വേണ്ടി നീർച്ചേക്കാറുണ്ട്. എന്തോ ആവട്ടെ. അപ്പോൾ ഏതായിരുന്നാലും അബ്ദുറഹ്മാൻ ഔഫ് റളിയല്ലാഹുവിനോട് പറഞ്ഞപ്പോൾ മഹറിനൊന്നുമില്ല. എത്രയൊക്കെ മഹർ വേണ്ടതെന്ന് വെച്ചു. 150 ദിർഹം. 150 ദിർഹം പോയിട്ട് 1.5 ദിർഹം പോലും കയ്യിലില്ല. അതിൽ തീരുമാനിച്ചു മഹർ വാങ്ങാൻ വേണ്ടി അധ്വാനിക്കാൻ പോകാം. അങ്ങനെ മക്കൾക്കടുത്ത സ്ഥലമാണ് അസ്ഫാൻ എന്ന് പറഞ്ഞ സ്ഥലം. ആ അസ്ഫാൻ എന്ന് പറഞ്ഞ സ്ഥലത്ത് പോയി പുൽകൃഷി ചെയ്തു. അങ്ങനെ പുൽകൃഷി ചെയ്ത് ആ പുല്ലൊക്കെ വെട്ടിണ്ടാക്കി അന്ന് പുല്ല് വീട് മേയാനും പായ ഉണ്ടാക്കാനും അങ്ങനെ പല ഉപകരണങ്ങളുണ്ടായിരുന്നു. നമ്മുടെ നാട്ടിലുണ്ടായിരുന്നല്ലോ നിസ്കാരപ്പായൊക്കെ. ഈ കുടപ്പനോല അതുപോലെയുള്ള കൈതോല ഉണ്ടൊക്കെ പായ ഉണ്ടാക്കിയിരുന്നു. അതുപോലെ തന്നെ ഈ പുല്ല് കൊണ്ട് പായ ഉണ്ടാക്കലുണ്ട്. അങ്ങനെ പലതും നമ്മൾ കാണാറുണ്ട്. ഇപ്പോഴും പുൽപ്പായ പല സ്ഥലത്തുണ്ട്. അപ്പോൾ അങ്ങനെ 6 മാസം കൃഷി ചെയ്ത് അങ്ങാടിയിൽ കുറച്ചൊരു മാസം 1.5 മാസം ആകുമ്പോൾ വെട്ടും കൊണ്ടുപോയി വെക്കും. അങ്ങനെ 160 ദിർഹം കിട്ടി.
അങ്ങനെ 160 ദിർഹം കിട്ടിയിട്ട് 10 റുപ്യക്ക് ഡ്രസ്സ് കൊടുക്കണം, 150 മഹറും കൊടുക്കണം. മദീനത്തേക്ക് വന്നു, എവിടെയും ചിലവാക്കാതെ വന്നു. അങ്ങനെ മദീനയിലേക്ക് ഇങ്ങനെ വന്ന് ബഹുമാനപ്പെട്ടവരിങ്ങനെ ഡ്രസ്സ് എടുക്കാൻ വേണ്ടി ഒരു കടയിൽ കയറുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും 2 സ്വഹാബിമാരുണ്ട് പിരിവിനിറങ്ങിയിട്ടുണ്ട്. ഈ പിരിവോളജി എന്നുള്ളത് അന്നേ ഉണ്ട് എന്ന് നബിൻ്റെ കാലത്ത് തന്നെ പിരിവിൻ്റെ സംഭവം എന്നുള്ളത്. ഇപ്പോൾ നേരത്തെ തങ്ങൾ പാപ്പ വന്നതുപോലെ തന്നെ നമ്മുടെ KPS തങ്ങൾ പാപ്പ ഇങ്ങനെ വന്നു, ഓരോ ആളുകളും 5000 അതുപോലുള്ള സംഭവമൊക്കെ ഇങ്ങനെ പറഞ്ഞു. അല്ലാഹു എല്ലാവർക്കും കബൂൽ ചെയ്യട്ടെ. മദ്രസിൻ്റെ വിഷയത്തിനാണല്ലോ. അപ്പോൾ ആ പിരിവിൻ്റെ വിഷയത്തിന് വേണ്ടി ഇറങ്ങിക്കാണ്. എന്താണ്? ഏതോ ഒരു ധർമ്മസമരത്തിന് വേണ്ടി പോകണം. അങ്ങനെ ആ ധർമ്മസമരത്തിന് വേണ്ടി പോവാൻ വേണ്ടി ഇങ്ങനെ ഇറങ്ങിയതാണ്. അങ്ങനെ ബഹുമാനപ്പെട്ട അബ്ദുറഹ്മാൻ റളിയല്ലാഹു നബിനെ കണ്ടപ്പോൾ ഓടി ചെന്നു. അവ ചോദിച്ചു, കുറേ കാലമാലോ കണ്ടിട്ട്. അത് ഞാനിങ്ങനെ അസ്ഫാന് പോയതാണ്. എന്തിനാണ് നിങ്ങൾ അസ്ഫാന് പോയത്? ഒന്നുമല്ല, അവിടെ പുൽകൃഷി ചെയ്യാൻ. കാരണം മഹർ കൊടുക്കാൻ വേണ്ടി വേണം. ഞാൻ എന്നെ പെണ്ണിനുമായി കല്യാണം ഉറപ്പിച്ചിട്ടുണ്ട് കാരണം 6 മാസമായി പോയിട്ട് കാരണം. ഓ ശരി, അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ എന്ന് പറഞ്ഞു. നബി എങ്ങോട്ടാണ് ഇറങ്ങിയതെന്ന് ചോദിച്ചു. ഞാൻ പിരിവിനിറങ്ങിയതാണ് കാരണം. അതിക്ക് എത്ര ഷോർട്ട് ഉള്ളതെന്ന് ചോദിച്ചു. ഇനിയൊരു 150 ദിർഹമിൻ്റെ കുറവുണ്ട് കാരണം നബി തങ്ങൾ. അപ്പോൾ ഉടനെ ഈ 160 ഇതാ ഹബീബായ തങ്ങളെ, ബിസ്മില്ല, ഇതെടുത്തോളി. ഞാൻ ഇനി വേറെ പോയിട്ട് 6 മാസം കൃഷി ചെയ്താൽ എനിക്കിത് പൈസ കിട്ടുമല്ലോ, ഇത് മതി. ഇത് ആണ് ഞാൻ വബ്തഗി മാ ആതാകല്ലാഹു ദാറൽ ആഖിറ. ഇത് മുഴുവനും കൊടുക്കുകയാണ്. അതാണ് ഈമാനെ അറിയണത്. ഇപ്പം നമ്മൾ ഇങ്ങനെ വൈലത്തൂർ അങ്ങാടിയിൽ വെക്കുമ്പോൾ ഒരാൾ ഇങ്ങനെ ഉണ്ട്, കയ്യമ്മയൊക്കെ മഴച്ച് ഇങ്ങനെ വെക്കണം. എന്താ കുട്ടിയത്? ഇത് ഡയാലിസിസ് ചെയ്യാണ്, എനിക്ക് കിഡ്നി മാറ്റി വെക്കണം, അതുകൊണ്ട് പിന്നെ ഒന്നുമില്ല എന്നൊക്കെ പറയുമ്പോൾ 2 കിഡ്നിയും വയ്ക്കണം എന്ന് പറയുമ്പോൾ ചിലപ്പോൾ ചോദിക്കും ചില ആൾക്കാർ, 2 പോയിട്ടുള്ളൂ അല്ലേ? ആകെ 2 ഒരു മനുഷ്യനുണ്ടാകുക, എന്നാലും അങ്ങനെ ചോദിക്കുക അല്ലേ? അങ്ങനെ ഞാൻ ദ്വാരക്കാന്ന് പറയും ചില ആൾക്കാർ എളുപ്പം അവിടുന്ന് മുങ്ങും. അതിന് വേണ്ടിയിട്ട് മരുന്നിന് വേണ്ടിയിട്ട് പോലും കൊടുക്കാത്ത മനുഷ്യന്മാരുണ്ട്. എത്രയോ ആളുകളുണ്ട്. എത്രയോ ബാങ്കിലിട്ടിട്ട് അയലോക്കത്തും കുടുംബങ്ങളിലും ഒന്നും അങ്ങനെയൊക്കെ ചെയ്യുന്ന മനുഷ്യന്മാരുണ്ട്. അപ്പോൾ ഏതായിരുന്നാലും അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹു ഇതാണ് കൊടുത്തപ്പോൾ അള്ളാഹിൻ്റെ റസൂല് കണ്ണണ് ചിമ്പിയിട്ട് ഒരൊറ്റ ദുആ, കൊടുക്ക് റബ്ബേ പറഞ്ഞു. എന്ത് അറിഞ്ഞില്ല, അങ്ങനെ കൊടുത്തു നല്ല സ്വഹാബത്തിൻ്റെ കൂട്ടത്തിൽ ഏറ്റവും വലിയ പണക്കാരനായി മാറി. സദഖയും സക്കാത്തും കൊടുക്കന്നെ കൊടുത്തിട്ടും പെരുകന്നെ. കാരണമാണെന്ത്? ഒരാളുടെ മുതലും സദഖ കൊണ്ട് കുറയൂല. ഇപ്പം തങ്ങൾ ബാബ ചോദിച്ചോടുകൂടെ നിങ്ങളൊക്കെ 5000 പറയാൻ കാരണം എന്താണ്? അത് കുറയില്ല, അത് വേറെ വയ്ക്കണം, വന്നോളെന്നുള്ള നിലക്കാണ്. വഇൻകാനൽ ഖലഫു അലല്ലാഹ്, അള്ള പകരം തരാമെന്നേറ്റെങ്കിൽ പിശുക്കിന് യാതൊരു പ്രസക്തിയില്ല എന്നാണ്. എത്ര മുതലുണ്ടായി എന്നറിങ്ങൾ? അവസാനം വഫാത്തായപ്പോൾ 4 ഭാര്യമാരുണ്ട്. ഈ 4 ഭാര്യമാരുടെ 1/8 മക്കളുണ്ടെങ്കിൽ ഭാര്യയ്ക്ക് 1/8 2 ഭാര്യ ഉണ്ടെങ്കിൽ 1/8 ഓഹരി ചെയ്യാൻ വേണ്ടത്. ഈ 1/8 ഒരു വിഹിതം 3,20,000 പവൻ സ്വർണ്ണ. 3,20,000 പവൻ സ്വർണം, അഥവാ 12,80,000 പവൻ സ്വർണം ഈ ഭാര്യമാർക്ക് മാത്രം കൊടുക്കാണ്ടായിരുന്നു. ഇതൊക്കെ കൊടുത്തു കഴിഞ്ഞിട്ട് അത്ര മുതലുണ്ടാകാൻ കാരണം എന്താ? അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ചെലവഴിച്ചപ്പോൾ ഹബീബിൻ്റെ ഒരൊറ്റ ദുആയാണ്, വഇൻ കാനൽ ഖലഫു അലല്ലാഹ്, അള്ളാഹു പകരം തരാമെന്നേറ്റിട്ടുണ്ടെങ്കിൽ പിശുക്കിന് പ്രസക്തിയില്ല. അതുകൊണ്ടാണ് സയ്യിദ് അവറുകൾ അതിവിടെ പറഞ്ഞത്, നിങ്ങൾ നോക്ക്, മദ്രസ എന്ന് പറയുന്ന സംവിധാനം ആഖിറം ചിന്തിക്കുന്ന മക്കൾ വളരാൻ വേണ്ടിയാണ്. ഇന്ന് നാടിൻ്റെ നാനാഭാഗങ്ങളിൽ മയക്കുമരുന്നും അതുപോലെയുള്ള വിഷയങ്ങളുമായി നടക്കുമ്പോൾ അള്ളാഹുവെ ഭയപ്പെടുന്ന ഒരു തലമുറ വരേണ്ടതുണ്ട്. ആത്മീയമായ വിദ്യാഭ്യാസം അവർക്ക് പറഞ്ഞു കൊടുക്കേണ്ടതുണ്ട്. ഒരു വ്യക്തിയെ മൂല്യമുള്ള വ്യക്തിയാക്കി മാറ്റുന്നത് വിവരം കൊണ്ടാണെന്ന് കാണാം.
അതിനു വേണ്ടിയാണ് ഈ സംവിധാനം എന്ന് സാന്ദർഭികമായി ഉണർത്തട്ടെ. ഓ സഹോദരാ, ദുനിയാവിൽ മുവസ്സവൻ അല്ലാഹു തആല വിശാലത കൊടുത്തു. വഫിൽ ആഖിറത്തി മുവസ്സാഖിറത്തിലും മുവസ്സായ ആളുകളുണ്ട്. എന്നാൽ ദുനിയാവിൽ ഒരുപാട് കുറവുകളുള്ളവരുണ്ട്. ആഖിറത്തിൽ കൂലി വാങ്ങുന്ന ആളുകൾ എത്രയോ കുറവുള്ളകൾ. 2 കൈയും 2 കാലും ഇല്ലാത്ത ആളെ നമുക്കറിയാം. അതുപോലെ കൈകാലുകളില്ലാത്തവരുണ്ട്, കണ്ണില്ലാത്തവരുണ്ട്, സാമ്പത്തികമായ പരാധീനതയുള്ളവരുണ്ട്, കാലുണ്ടായിട്ടും നടക്കാൻ കഴിയാത്തവരുണ്ട്. അങ്ങനെ ലോകത്ത് പല ആളുകളും കുറവുകളിലുണ്ടെങ്കിൽ കുറവുള്ള ആളുകൾ ഒരിക്കലും കുറവിനെ കുറിച്ച് ചിന്തിക്കരുത്. എന്ത് നഷ്ടപ്പെട്ടു എന്ന് ചിന്തിക്കാതെ എന്ത് ബാക്കിയുണ്ട് എന്ന് ആലോചിക്കണം. ആ രൂപത്തിലായിരിക്കണം പ്രിയപ്പെട്ടവരെ നമ്മുടെ പ്രവർത്തനങ്ങൾ. ഞാൻ അവസാനിപ്പിക്കുകയാണ്. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട രക്ഷിതാക്കളോട്, നാട്ടുകാരോട്, എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരോട്, ഇമ്മപങ്ങന്മാരോടൊക്കെ ഉണർത്താനുള്ള വസിയ്യത്ത് അത് തന്നെയാണ്. ഫകൂനൂ മിൻ അബ്നാഇൽ ആഖിറ, പരലോകം ചിന്തിക്കുന്നവരാവണമോ, നമുക്ക് സന്തോഷത്തോടു കൂടെ അവിടെ കഴിയണമോ, ആഖിറം ചിന്തിക്കുന്ന മുഅ്മിനീങ്ങളിൽ പെടണമോ. ഇന്നല്ലെങ്കിൽ നാളെ നമ്മളൊക്കെ വിട പറയാനുള്ളവരാണ്. ദുനിയാവിലേക്ക് വന്നപ്പോൾ നമ്മളൊക്കെ കരഞ്ഞവരാണ്. പോകുമ്പോൾ നമുക്കൊക്കെ ഒന്ന് പുഞ്ചിരിച്ചു പോകണമോ, കലിമ ചൊല്ലിയൊന്ന് നീങ്ങണമോ, റഹ്മത്തിന്റെ മലക്കുകളെ ഒന്ന് കാണണമോ, അതേ സ്വാലിഹീങ്ങൾ മരണപ്പെട്ടു പോലെയാകണോ. മുൻഗാമികളൊക്കെ കലിമ ചൊല്ലി വഫാത്തായവരാണ്. ഈ പ്രസ്ഥാനത്തിന്റെ നേതാക്കന്മാരവരെയാണ്. ഇവിടെയുള്ള നാട്ടുകാർക്ക് പലർക്കും അറിയാവുന്ന ഒരാളാണ് ബഹുമാനപ്പെട്ട ശൈഖുന അലി ഉസ്താദ് അവറുകൾ. കൊമരമ്പത്തൂർ അലി ഉസ്താദ് എന്ന് പറയുന്നവർ നമ്മുടെ സമസ്തയുടെ വലിയ നേതാവായിരുന്നു. കേന്ദ്ര മുശാവറ മെമ്പറായിരുന്നു. ഫത്വാ ബോർഡിന്റെ ചെയർമാനായിരുന്നു. ആ ശൈഖുന അലി ഉസ്താദ് അവറുകൾ അവസാനം സംബന്ധിച്ചത് നഈം ഉസ്താദ് അവറുകളുടെ ഫാറൂഖ് നഈമിയുടെ വാളിലാണ്. അല്ലാഹു തആല ആഫിയത്തുള്ള ദീർഘായുസ് കൊടുക്കുമാറാവട്ടെ. ബഹുമാനപ്പെട്ടവർ വഫാത്താകുന്നതിന്റെ 3 ദിവസം മുമ്പ് ഖബറിനെ കുറിച്ച് സംസാരിക്കുന്നു. ഒരു രോഗവും ഉണ്ടായിരുന്നില്ല ബഹുമാനപ്പെട്ടവർക്ക്. എന്നാലും അവസാനത്തെ വഫാത്തിന്റെ ഒരാഴ്ച മുമ്പൊക്കെ മരണത്തെ കുറിച്ചാണ് പറയാറുള്ളത്. അവസാനം നഈം ഉസ്താദിന്റെ വാളിന്റെ സ്റ്റേജിൽ നിന്ന് പ്രഭാഷണം നടന്നുകൊണ്ടിരിക്കുമ്പോൾ 10:35 ഇറങ്ങിയ ഉസ്താദ് 10:55 ഈ ലോകത്തോട് വിട പറയുകയാണ്. വീട്ടിലേക്ക് പോകുമ്പോൾ ചെറിയൊരു വേദന അനുഭവപ്പെട്ടപ്പോ ഹോസ്പിറ്റലിലേക്ക് പോവാമെന്ന് പറഞ്ഞു. ഉടനെ തന്നെ അവിടുന്ന് പറഞ്ഞു, വേണ്ട വേണ്ട, ഞാൻ അവിടേക്കൊന്നും എത്തൂല. അങ്ങനെ നേരെ വീട്ടിലേക്ക് പോയി. അവിടുന്ന് കുളിമുറിയിൽ പോയി നേരെ എല്ലാ നിലക്കും ശുദ്ധി വരുത്തി വന്ന് ഒരൽപ്പം സംസം വെള്ളം ചോദിച്ചു. ആ സംസം വെള്ളം കൈകൊണ്ട് വാങ്ങി അതിലേക്ക് ആയത്തുൽ കുർസി ഉറക്കെ ഊതി ഊതി, അഥവാ മരണം ആസന്നമായ ഒരു വ്യക്തിയുടെ അടുക്കൽ ഇബ്ലീസ് വരുമെന്നാണ്. ദാഹമൗത്ത് കൂട്ടിടും ഇബ്ലീസ് കൂസിനെ കാട്ടിടും, നേരം ലഈനവനാട്ടുവാൻ ബദരീങ്ങളാൽ തുണ റബ്ബനാ. ആ ഇബ്ലീസുൽ ലഈനിൻ പോവാനുള്ള, ആട്ടി ഓടിക്കാനുള്ള മാർഗമാണ് ആയത്തുൽ കുർസി. ആ ആയത്തുൽ കുർസി ഊതി ഊതി കുടിച്ചതിന്റെ ശേഷം ചുറ്റുഭാഗത്തുള്ള മക്കളോട് പറഞ്ഞു, മക്കളെ നിങ്ങളൊക്കെ നന്നാവണം എന്ന് അലി ഉസ്താദ് പറഞ്ഞതിന്റെ ശേഷം ഞാനും എൻ്റെ കൂടെയുള്ള അസീസ് മുസ്ലിയാരും ഉണ്ടായിരുന്നു റൂമില്. അങ്ങനെ ബഹുമാനപ്പെട്ട ഒരു കട്ടിലിലേക്ക് പതിക്കങ്ങനെ ഇരുന്ന് ചായാൻ തുടങ്ങിയപ്പോൾ കൈ ഇങ്ങനെ വെച്ചു കൊടുത്തു. ആ ഉസ്താദ് അവറുകൾ ഈ കയ്യിൽ വെച്ചുകൊണ്ടാണ് വഫാത്തായതെങ്കിൽ എൻ്റെ ജീവിതത്തിൽ കെലിമ റാഹത്തോടുകൂടെ ചൊല്ലി വഫാത്തായ ഒരു മൂളലോ നരക്കമോ വലിയോ ഇല്ലാതെ പുഞ്ചിരിച്ചുകൊണ്ട് സോഫ്റ്റായി മരണപ്പെട്ട ഒരു മരണം ഞാൻ കണ്ടത് അത് ശൈഖുന അലി ഉസ്താദ് അവറുകളുടെ മരണമാണ്. അല്ലാഹു അവിടുത്തെ കൂടെ സ്വർഗത്തിൽ നമ്മെ ഒരുമിച്ച് കൂടുമാറാവട്ടെ. വഫാത്ത് വരെ താജുൽ ഉലമയുടെ പിന്നിലായിരുന്നു, സുൽത്താനുൽ ഉലമയുടെ പിന്നിലായിരുന്നു, റഈസുൽ ഉലമയുടെ പിന്നിലായിരുന്നു. ആ നിലക്കുള്ള വലിയ മഹാനാണ് ശൈഖുന അലി ഉസ്താദ് അവറുകളെങ്കിൽ അവരൊക്കെ ഈ നിലയ്ക്ക് ഈ പ്രസ്ഥാനത്തിന് വേണ്ടി നിലകൊള്ളുകയും ദീനിന് വേണ്ടി പ്രവർത്തിക്കുകയും ആത്മീയതയ്ക്ക് വേണ്ടി പ്രയത്നിക്കുകയും ചെയ്തപ്പോഴാണ് ഈ മരണം അല്ലാഹു അവർക്ക് നൽകിയത്. ഇങ്ങനെയല്ലേ പൂർവീകരൊക്കെ
ഖുതുബയിലൊക്കെ അവസാനത്തെ ഖുതുബ ഉമർ ബിൻ അബ്ദുൽ അസീസ് തങ്ങൾ നിർവഹിച്ചൊരു ചരിത്രം കാണാം. അതുകൂടെ പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കട്ടെ. ബഹുമാനപ്പെട്ട ഉമർ ബിൻ അബ്ദുൽ അസീസ് തങ്ങൾ നീതിക്ക് വേണ്ടി ഭരണം നടത്തിയ മഹാനാണ്. അവിടുന്ന് നീതിയോടുകൂടെ ഭരിച്ച വ്യക്തിത്വമാണ്. അവിടുന്ന് പൊതുഖജനാവിലേക്ക് കൊണ്ടുവരുന്ന കസ്തൂരി വരുമ്പോൾ അവിടുന്ന് മൂക്കുപൊത്തും. അഥവാ അതിന്റെ സ്മെല്ല് എനിക്ക് അവകാശപ്പെട്ടതല്ല എന്ന നിലക്ക് ആ നിലക്കുള്ള ഉമർ ബിൻ അബ്ദുൽ അസീസ് തങ്ങളുടെ ഭരണത്തിൽ അസൂയ ഉള്ള ആളുകളെ അപായപ്പെടുത്താൻ വേണ്ടി അവിടുത്തെ ഭക്ഷണം കൊണ്ട് ഏൽപ്പിക്കപ്പെട്ട ജോലിക്കാരന് ആ ജോലിക്കാരന് ശമ്പളം 15 വെള്ളിയായിരുന്നു. അവനോട് പറഞ്ഞു 30 പവൻ സ്വർണം നിനക്ക് തരാം, നീ രാവിലെ കൊടുക്കുന്ന പഴച്ചാറിൽ ഇതിട്ട് കൊടുക്കണം എന്ന് പറഞ്ഞ് അങ്ങനെ വിഷം കൊടുത്ത് ബഹുമാനപ്പെട്ടവർ ഒരു വെള്ളിയാഴ്ച രാവിലെ ആ വിഷം കഴിച്ചപ്പോഴാണ് അറിയുന്നത് ഞാൻ വിഷം നൽകപ്പെട്ടു. അവിടുന്ന് തളർച്ചയോട് കൂടെയായിരുന്നു. ആ പ്രിയപ്പെട്ട വിഷം നൽകിയ ജോലിക്കാരനെ വിളിച്ചു ചോദിച്ചു, മോനെ എന്താണ് നീ എനിക്ക് വിഷം നൽകാൻ കാരണം? അവൻ പറഞ്ഞു, എനിക്ക് 30 പൊന്ന് തരാമെന്ന് പറഞ്ഞതിന്റെ പേരിലാണ്. ഉടനെ പറഞ്ഞു, മോനെ അത് നീ വാങ്ങിക്കരുത്. എന്റെ ശമ്പളത്തിൽ നിന്ന് ഞാൻ മിഞ്ചി എടുത്ത എനിക്ക് ഹജ്ജിന് പോവാൻ വേണ്ടി എടുത്ത 30 പവൻ സ്വർണമുണ്ടവിടെ. അത് എന്റെ തലയുണയുടെ താഴെയുണ്ടാകും. നീ അത് എടുത്തുകൊണ്ട് പോവണം. നീ നിന്റെ നാട്ടിൽ പോയി ജോലി ചെയ്യണം. ആരെങ്കിലും നിന്നെ കുറിച്ചറിഞ്ഞാൽ അവര് നിന്നെ വെച്ചേക്കൂല. സ്വന്തം മരണത്തിന്റെ പിന്നിൽ കാരണക്കാരനായ ആ ജോലിക്കാരന് വിട്ടുവീഴ്ച മനോഭാവത്തോടു കൂടെ സമീപിച്ച ഉമർ ബിൻ അബ്ദുൽ അസീസ് തങ്ങള് അവിടുന്ന് അവസാനം ഖുതുബ നിർവഹിച്ചത് രണ്ടും ഇരുന്നു കൊണ്ടാണ്. ഖതീബിന് നിൽക്കാൻ കഴിയാത്ത വിഷയം വന്നാൽ മസ്അല അങ്ങനെയാണ്, 2 ഖുതുബയും ഇരുന്ന് നിർവഹിക്കാമെന്നാണ്. അങ്ങനെ ഖുതുബ അവിടുന്ന് നിർവഹിക്കുമ്പോൾ അവസാനം ലോകത്തോട് പറഞ്ഞത്, അയ്യുഹന്നാസ്, ഓ ജനങ്ങളെ, ഇത്തഖുല്ലാഹ്, അല്ലാഹുവിനെ തഖ്വയുള്ളവരാവണേ. അല്ലതീ ലാ യഖ്ബലുല്ലാഹു ഗൈറഹാ വലാ യഖ്ബലുൽ അഅമാലു ബിദൂനിഹാ. അതേ അമൽ സ്വീകരിക്കണമെങ്കിൽ തഖ്വയുള്ളവരാവണം. സൂക്ഷ്മതയില്ലാത്തവരെ അമല് അല്ലാഹു കേൾക്കൂല, അല്ലാഹു സ്വീകരിക്കൂല, അല്ലാഹു കബൂലാക്കൂല. കേൾക്കുമെങ്കിലും പരിഗണിക്കൂല, അറിയുമെങ്കിലും സഹകരിക്കൂല. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ തഖ്വയുള്ളവരാവണം. അങ്ങനെ ബഹുമാനപ്പെട്ടവർ മിമ്പറിൽ നിന്നിറങ്ങി അവിടുന്ന് ജുമാ നിസ്കരിക്കാൻ മറ്റൊരാളെയാക്കി. ആ ജുമാ നിസ്കാരത്തിന്റെ ശേഷം പറഞ്ഞു, എന്റെ വീട്ടിലേക്ക് എന്നെ കൊണ്ടുപോകണം. അങ്ങനെ വീട്ടിലേക്ക് കൊണ്ടുപോയി കട്ടിലിൽ കിടത്തിയപ്പോ എന്നെ താഴെയൊന്ന് കിടത്തണം. റബ്ബിന്റെ മുമ്പിൽ ഞാൻ ആരുമല്ല, ഇബാദത്ത് കൊണ്ട് ഞാൻ ആരുമല്ല, എനിക്കൊന്നും ഇല്ലാത്തൊരു പാവപ്പെട്ടവനാണെന്ന് പറയുന്നു. താഴെ കിടത്തി മോനോട് പറഞ്ഞു, മോനെ അബ്ദുല്ലാ, നീ എന്നെയൊന്ന് ചാരിയിരുത്തൂ, എനിക്കെന്റെ റബ്ബിനോട് ചില കാര്യങ്ങൾ പറയാനുണ്ട്. അല്ലാഹുവോട് അവിടുന്ന് അവസാനം പറഞ്ഞത്, ഇലാഹി, എന്റെ രക്ഷിതാവായ അല്ലാഹുവേ, ഖദ് അമർത്തനി, ഒരുപാട് കാര്യം എന്നോട് കൽപ്പിച്ചു. പക്ഷേ എന്റെ ജീവിതത്തിൽ പലപ്പോഴും വീഴ്ചകൾ വന്നു. ഇലാഹി, എന്റെ രക്ഷിതാവേ, ഖദ് നഹൈതനി, പല കാര്യങ്ങളും എന്നോട് വിമർശിനോട് വിരോധിച്ചു, പലതും പ്രാവർത്തികമാക്കി പോയി. അതുകൊണ്ട് എനിക്കൊന്നുമില്ല, പ്രതീക്ഷിക്കാനൊന്നുമില്ല. റജാഇ അഫൂക യാ അല്ലാഹ്, റബ്ബിന്റെ അഫ്വ് മാത്രമാണ് എനിക്കുള്ളത്, അല്ലാഹുവിന്റെ മാപ്പ് മാത്രമാണ് എനിക്കുള്ളത്. എനിക്കിനി റബ്ബിന്റെ മുമ്പിൽ പ്രതീക്ഷയുള്ള ഒരേ ഒരു കാര്യം, വലാകിൻ അഖൂലു ലാ ഇലാഹ ഇല്ലല്ലാഹു, ലാ ഇലാഹ ഇല്ലല്ലാഹ്, ചൊല്ലു ലാ ഇലാഹ ഇല്ലല്ലാഹു, ലാ ഇലാഹ ഇല്ലല്ലാഹു, ലാ ഇലാഹ ഇല്ലല്ലാഹു, ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഒരു ദിവസം 100 എണ്ണമെങ്കിലും ചൊല്ലാം.
ചെയ്യാതെ നമ്മുടെ ദിവസം കഴിഞ്ഞു പോവരുത്. അതുപോലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് ഇസ്തിഗ്ഫാർ. തൂബാ ലിമൻ ലസിമതുൽ ഇസ്തിഗ്ഫാർ തൂബാ ലിമൻ വജദ ഫീ സ്വഹീഫതിഹി കസീറൻ മിനൽ ഇസ്തിഗ്ഫാർ. എത്ര ഇസ്തിഗ്ഫാർ ആണോ അക്കൗണ്ടിൽ കയറിയതെങ്കിൽ അതിനേക്കാൾ വലിയ മറ്റൊന്നുമില്ല. മൻ ലസിമൽ ഇസ്തിഗ്ഫാർ, ആരാണോ ഇസ്തിഗ്ഫാർ ചൊല്ലുന്നതെങ്കിൽ ജഅലഹുല്ലാഹു ലഹു മിൻ കുല്ലി ഹമ്മിൻ ഫറജ വമിൻ കുല്ലി ലീഖിൻ മഖ്റജ വയർസുഖുഹു മിൻ ഹൈഥു ലാ യഹ്തസിബ്. അല്ലാഹുവിന്റെ റസൂൽ അവിടുന്ന് പറയുകയാണ്, അല്ലാഹുവിന്റെ റസൂൽ അവിടുന്ന് പഠിപ്പിക്കുകയാണ്, എല്ലാ നിലക്കും വിചാരിക്കാത്ത ഭാഗത്തിലൂടെ ഔദാര്യം ലഭിക്കാനും അനുഗ്രഹങ്ങൾ ലഭിക്കാനും പ്രശ്നങ്ങൾ പരിഹരിക്കാനും പ്രയാസങ്ങളിൽ നിന്ന് കരകയറ്റം ലഭിക്കാനും നൊമ്പരങ്ങളിൽ നിന്ന് നിവാരണം നേടാനുമൊക്കെയുള്ള മാർഗമാണ് ഇസ്തിഗ്ഫാർ ചൊല്ലുക എന്നത്. അതുപോലെയുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക. അതോടുകൂടെ നമ്മുടെ പിന്തലമുറക്കാരായ മക്കള്, ആ മക്കള് നമ്മുടെ ഖബറിൽ വന്ന് നമുക്ക് ദുആയിരക്കണം. അതിനു വേണ്ടിയുള്ള ആത്മീയത അവർക്ക് വേണം. ആ ആത്മീയതക്കുള്ള സ്ഥാപനമാണ് പ്രിയപ്പെട്ടവരെ നമ്മുടെ മദ്രസ, അതുപോലെ നമ്മുടെ സ്ഥാപനങ്ങള്, അതുപോലെ നമ്മുടെ മജ്‌ലിസുകള്, അതുപോലെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ എല്ലാ വിധത്തിലും റാഹത്തിലും സന്തോഷത്തിലുമായി എല്ലാ നിലക്കും നമുക്ക് അതിനു വേണ്ടി പ്രവർത്തിക്കേണ്ടതുണ്ട്. അർഹമുർ റഹീമിനായ റബ്ബ് നമുക്കതിന് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ എന്ന് മാത്രം പറഞ്ഞു. ഇൻഷാ അല്ലാഹ് നമ്മളെ മിനിസ്റ്റർ വരാമെന്ന് പറഞ്ഞതായിരുന്നു. പക്ഷേ ഇന്ന് മുഖ്യമന്ത്രിയുടെ മുഖാമുഖം പരിപാടി കോഴിക്കോട് നടക്കുന്നത് കൊണ്ട് അദ്ദേഹത്തിന് അതിൽ പങ്കെടുക്കാനുള്ളത് കൊണ്ട് വരാൻ കഴിയില്ല എന്നിപ്പോൾ അറിയിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ബഹുമാനപ്പെട്ട ഉസ്താദ് അവർകൾ ദുആർക്കുകയാണ്. ഞാൻ നേരത്തെ മോതിരം ചോദിച്ചു. അൽഹംദുലില്ലാഹ് ഒരു മോതിരം ഇവിടെ നമ്മുടെ മദ്രസയിലേക്ക് നജാത്തിലേക്ക് കഴിഞ്ഞ ദിവസം മരണപ്പെട്ടു പോയ അരിപ്പീടിയങ്ങിൽ അഷ്റഫ് എന്ന് പറയുന്നവരുടെ ഉമ്മ, ആ ഉമ്മാക്ക് വേണ്ടി ദ്വാരക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ഒരു മോതിരം കൊടുത്തയച്ചിട്ടുണ്ട്. അർഹമുർ റഹീമായ റബ്ബെ, ആ ഉമ്മയുടെ ബർസഖിയായ ജീവിതം നീ സന്തോഷത്തിലും റാഹത്തിലുമാക്കണേ റഹ്മാനെ. അവരെയും ഞങ്ങളെയും നിൻ്റെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടണേ അല്ലാഹ്. ആ മഹദിക്കും ഞങ്ങൾക്ക് എല്ലാവർക്കും നാളെ സ്വർഗത്തിലുള്ള ആനുകൂല്യങ്ങൾ ആസ്വദിച്ച് ഒരുമിച്ച് കൂടാനുള്ള ഭാഗ്യം നൽകണേ റഹ്മാനെ. ബഹുമാനപ്പെട്ട ഉസ്താദ് അവർകൾ ദുആക്ക് നേതൃത്വം നൽകുകയാണ്. അതിൻ്റെ മുമ്പ് കുറേ ആളുകൾ ദുആർക്കാൻ പറഞ്ഞു. അൽഹംദുലില്ലാഹ് നമ്മളിവിടെ ചോദിച്ചപ്പോൾ 5000, 10000 അതുപോലെ തന്നെ 20000 ഒക്കെ തന്നു. നമ്മൾ ചോദിച്ചത് 5000 ആണെങ്കിലും 10000 തന്നവരുണ്ട്, 20000 കൊടുക്കാമെന്ന് പറഞ്ഞവരുണ്ട്, അതുപോലെ തന്നെ 1000-ഉം 2000-ഉം 500-ഉം ഒക്കെ തന്നവരുണ്ട്. പിന്നെ നമ്മുടെ നജാത്തിൻ്റെ പ്രവർത്തനത്തിന് വേണ്ടി അത് തുടങ്ങി വെച്ചപ്പം നേരത്തെ ഞാൻ ഓർമ്മപ്പെടുത്തി 1 ലക്ഷം തന്ന വ്യക്തികൾ, 2 ലക്ഷം തന്ന വ്യക്തികൾ, 75,000 തന്ന വ്യക്തികൾ, ഇങ്ങനെ തന്ന് സഹായിച്ചവരുണ്ട്. നമ്മുടെ സുന്നി സെൻറ്റർ കോംപ്ലക്സിന് ഇവിടെ കുറ്റിയടിക്കൽ നിർവഹിച്ചു. അതിലേക്ക് ഭീമമായ ഒരു സംഖ്യ തരാമെന്ന് ബഹുമാനപ്പെട്ട ഉസ്താദ് അവറുകളോട് ഏറ്റ ഒരു വ്യക്തിയുണ്ട്. അത് ഏൽക്കുമ്പോൾ അവർ പറഞ്ഞത് എൻ്റെ ഉമ്മാക്കും എൻ്റെ ഉപ്പാക്കും വേണ്ടിയാണ് ഞാനിത് ഏൽക്കുന്നത് എന്നാണ്. അർഹമുർ-റഹീമായ റബ്ബേ, ആ മകൻ ചെയ്യുന്ന ആ സംഭാവന നീ സ്വീകരിക്കണേ റഹ്മാനെ. അവരിൽ നിന്ന് മരണപ്പെട്ടു പോയ അവരുടെ മാതാവിൻ്റെയും അവരുടെ പിതാവിൻ്റെയും ഹദറത്തിലേക്ക് അതിൻ്റെ ഫലം എത്തിക്കണേ അല്ലാഹ്. ആ വ്യക്തിക്ക് എല്ലാവിധ പുരോഗതിയും നീ നൽകണേ റഹ്മാനെ. അവരുടെ രോഗങ്ങൾക്ക് ശിഫ നൽകണേ അല്ലാഹ്. ഒരു സഹോദരി, ഞാൻ പറഞ്ഞല്ലോ നേരത്തെ, നമുക്കെല്ലാവർക്കും അറിയാം, ഇപ്പോൾ ഇവിടെയുള്ള സുന്നി സെൻറ്ററിലുള്ള ഇരുമ്പിൻ്റെ ആ കസാര അവിടെ കൊണ്ടുപോയി ഇടാൻ വയ്യ. കാരണം അവിടെ ടൈൽസൊക്കെ പതിച്ചു, ചിലപ്പോൾ അത് പൊട്ടാൻ സാധ്യതയുണ്ട്. അപ്പോൾ അവിടേക്ക് യോജിച്ച രൂപത്തിലുള്ള ഡെസ്കും അതിനോടനുബന്ധിച്ച കസേരകളും ക്ലാസ്സുകളിലേക്കുള്ള മേശകളടക്കം ഏകദേശം 1 ലക്ഷം രൂപയുടെ ഫർണിച്ചർ ഒരു സഹോദരി സ്വകാര്യമായി എന്നോട് വിളിച്ചു പറഞ്ഞ് അത് ഏറ്റിട്ടുണ്ട്.
അർഹമുർറാഹിമായ അല്ലാഹ്, ആ സഹോദരിയെ നിനക്കറിയാം, അവർക്ക് നീ ഖൈർ നൽകണേ തമ്പുരാനെ. അവരിൽ നിന്നും മരണപ്പെട്ടു പോയവരുടെ ഹദറത്തിലേക്ക് അതിൻ്റെ ഫലം എത്തിക്കണേ അല്ലാഹ്. ജീവിച്ചിരിക്കുന്നവർക്ക് ചില അസുഖമുള്ളവരുണ്ട് റഹ്മാനായ റബ്ബേ, അവരുടെയൊക്കെ രോഗങ്ങൾക്ക് നീ ശിഫ നൽകണേ റഹ്മാനെ, സലാമത്ത് നൽകണേ അല്ലാഹ്. അർഹമുർറാഹിമായ മലിക്കുൽ ജബ്ബാറായ അല്ലാഹ്, എല്ലാവിധ ആഫത്തുകളിൽ നിന്ന് ആ കുടുംബത്തിനെയും ഞങ്ങളെയും കാത്തുരക്ഷിക്കണേ റഹ്മാനെ. ഇവിടെ 5000 ചോദിച്ചപ്പോൾ അതൊക്കെ തന്നു. നമുക്കറിയാം ബഹുമാനപ്പെട്ട പാലക്കൽ ഉസ്താദ്, അള്ളാഹുവേ നീ ദീർഘായുസ് മാഫിയത്ത് നൽകണേ. അതുപോലെ തന്നെ ഷമീർ ഇർഫാനി, അതുപോലെ അദ്ദുക്ക, ഇങ്ങനെ തുടങ്ങിയ കുറച്ച് ആളുകൾ നമുക്കറിയാം നിരന്തരമായി നമ്മുടെ നജാത്തിൻ്റെ വിഷയത്തിന് വേണ്ടി കഠിനാധ്വാനം ചെയ്തു. അതുപോലെ നമ്മുടെ കാരണവന്മാരും സഹോദരന്മാർ, സഹോദരിമാർ, വ്യക്തികൾ ഇവിടെ നജാത്തിന് സ്ഥലം തന്ന ഹാജി, അവരുടെ ഭാര്യ നമുക്കറിയാം പലപ്പോഴും നജാത്തിൽ അവർ ജീവിച്ചിരിക്കുന്ന സന്ദർഭത്തിൽ നജാത്തിൽ വരും. അങ്ങനെ വന്നിട്ട് ആദ്യം ചോദിക്കുള്ളൂ, ഉസ്താദുമാരൊക്കെ ചായ കുടിച്ചോ? ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വരും, അവിടെ മദ്രസയിൽ വരും. എന്നിട്ട് അന്ന് ഇങ്ങനെ പറയും, നമുക്കിതൊക്കെ ഒന്ന് നന്നാക്കണം. അൽഹംദുലില്ലാ, ആ ഉമ്മാക്ക് നീ പുറത്ത് കൊടുക്കണേ റഹ്മാനെ. അള്ളാഹുവേ, അവർക്ക് നീ പുറത്ത് കൊടുക്കണേ റഹ്മാനെ. മുഹമ്മദ് ഹാജിയുടെയും ഒക്കെ ഹദറത്തിലേക്ക് ഇതിൻ്റെ ഫലം എത്തിക്കണേ റഹ്മാനെ. ഒരുപാട് ആളുകൾ പ്രത്യേകമായി ദ്വാർക്കാൻ പറഞ്ഞു. നമുക്കറിയാം നമ്മുടെ തൊട്ടടുത്തുള്ള മുഹമ്മദ് ഹാജി, അല്ലാഹ് നീ സലാമത്ത് നൽകണേ റഹ്മാൻ. അതുപോലെ തന്നെ തൊട്ടടുത്തുള്ള വീട്ടുകാർ, അവർക്കൊക്കെ നീ റാഹത്തിന് നൽകണേ റഹ്മാൻ. ഇവിടെ ഇന്ന് പൊതുപരീക്ഷ നടക്കുകയുണ്ടായി. ആ പൊതുപരീക്ഷയ്ക്ക് ഒരു കുട്ടി പരീക്ഷയ്ക്ക് വന്നത് ഈ സ്റ്റെപ്പ് കയറാൻ കഴിയാത്ത ഒരവസ്ഥയിലാണ്. 10ാം ക്ലാസ്സിൽ പഠിച്ച ഒരു കുട്ടി കാലിന് ഓപ്പറേഷൻ ചെയ്യേണ്ടി വന്ന കാരണം കൊണ്ട്, എന്നിട്ടും അത് പരീക്ഷ എഴുതി. അല്ലാഹ് ആ കുട്ടികളടക്കം എല്ലാ കുട്ടികൾക്കും നീ നല്ല വിജയം നൽകണേ റഹ്മാൻ. വീട്ടിലിരുന്ന് ഇവിടുന്ന് ഞാൻ വിട്ടുകൊടുക്കുന്ന നോട്ട് വീട്ടിലിരുന്ന് പഠിച്ച് എന്തായാലും ഞാൻ പരീക്ഷ എഴുതുമെന്ന് പറഞ്ഞു. ഈ സ്റ്റെപ്പ് കയറാൻ കഴിയില്ല. ഒറ്റ സ്റ്റെപ്പ് തന്നെ ഇടങ്ങാറായി. അത് വാക്കനർ വെച്ചുകൊണ്ട് കയറി അപ്പുറത്ത് ജമീല താത്തായുടെ മുഹമ്മദ് ഹാജിയുടെ അതിലെ വണ്ടിക്ക് വന്ന് ഇവിടെ ഒറ്റയ്ക്കിരുന്ന് അങ്ങോട്ട് മുകളിലേക്കും കയറാൻ കഴിയാതെ ഇവിടെ ഇരുന്ന് ഇന്ന് പരീക്ഷ എഴുതി. അല്ലാഹ് ആ കുട്ടിയുടെ രോഗത്തിന് നീ ശിഫ നൽകണേ റഹ്മാൻ. അതുപോലെ ചില കുട്ടികൾ, പ്രത്യേകിച്ച് നമ്മുടെ സൂറത്താത്ത, അവരുടെ പേരക്കുട്ടിക്ക് വേണ്ടി, അതുപോലെ തന്നെ അവരോട് ബന്ധപ്പെട്ട ആളുകൾക്ക് വേണ്ടി പ്രത്യേകമായി ദ്വാരക്കാൻ പറഞ്ഞിട്ടുണ്ട്. റഹ്മാനായ റബ്ബെ, സൂറത്താത്തയുടെയും അവരുടെ കുടുംബങ്ങളുടെയും എല്ലാ വിഷയത്തിലും നീ ഖൈറും ബറക്കത്തും നൽകണേ റഹ്മാനെ. അവരിൽ നിന്നും മരണപ്പെട്ടു പോയ ആളുകളുടെക്ക് അവരുടെ ബർസഖിയ ജീവിതം സന്തോഷത്തിലാക്കണേ റഹ്മാനെ. നേരത്തെ നമ്മുടെ കോംപ്ലക്സിന് കാശ് ഏറ്റ ഒരുപാട് ആളുകളുണ്ട്. അവരൊക്കെ ഇങ്ങനെ തരും. ഇന്ന് കവറിലൂടെ കാശുകൾ തന്ന ഒരുപാട് ആളുകൾ, സഹോദരിമാരൊക്കെ ആ കാശുകൾ കൊണ്ടുവന്ന് തന്നു. സഹോദരന്മാർ, കാരണവന്മാരൊക്കെ തന്നു. അല്ലാഹ് ഇനിയും ധാരാളമായി കൊടുക്കാൻ അള്ളാഹു നമുക്കൊക്കെ തൗഫീക്ക് നൽകുമാറാവട്ടെ. ഉണ്ടെങ്കിലല്ലേ കൊടുക്കാൻ പറ്റുള്ളൂ അല്ലേ. കൊടുതി 3 രൂപത്തിലാണ്. നിങ്ങൾ നോക്ക്, ചിലപ്പം നമ്മൾ ചോദിക്കാതെ തരും. നമ്മൾ വളർത്തുന്ന ജീവികളും അങ്ങനെ തന്നെയാണല്ലോ. നമ്മൾ ചോദിക്കാതെ തരുന്ന ഒരു ജീവിയാണ് കോഴി. കോഴി നമുക്ക് മുട്ട തരണമെങ്കിൽ നമ്മൾ ചോദിക്കണ്ട, കോഴിനെ കൊണ്ടൊരു വല. അതേ സമയത്ത്